Good morning, everyone. Thank you so much for joining. ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. So thank you so much. Good morning. All right. എന്തൊക്കെയുണ്ട് വിശേഷം? Thank you. Thank you so much. All right. എന്താണ് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ ഓരോ ദിവസത്തെയും മെഡിറ്റേഷൻസ് നമ്മൾ കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ ക്ലാരിറ്റിയിലേക്കും കൂടുതൽ നല്ല ചിന്തകളിലേക്കും തോട്ട്സിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം, ഇന്നത്തെ ഒരു സെഷൻ എന്താണ്? ഇന്നത്തെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ പവർ ഓഫ് പ്രയോറിറ്റി. നിങ്ങൾ പ്രയോറിറ്റിയുടെ പവറിനെ കുറിച്ച് സംസാരിക്കുന്നു. ഓക്കെ, ദ പവർ ഓഫ് പ്രയോറിറ്റി. നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം? നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ അധികം ആൾക്കാർക്കും എന്തിലാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏത് കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയില്ല, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാറില്ല. പ്രയോറിറ്റി എന്ന് പറയുന്നൊരു സംഗതി, അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: മുൻഗണന. നമ്മൾ എന്ത് കാര്യത്തിനാണ് മുൻഗണന നൽകുന്നത്? നിങ്ങൾ എന്റർടൈൻമെന്റിനാണോ നിങ്ങളുടെ ജീവിതത്തിൽ മുൻഗണന നൽകുന്നത്? നിങ്ങളുടെ കംഫർട്ടിനാണോ? നിങ്ങളുടെ സുഖത്തിന്, നിങ്ങളുടെ റിലാക്സേഷനാണോ മുൻഗണന നൽകുന്നത്? നിങ്ങൾ എന്തിനാണ് മുൻഗണന നൽകുന്നത്? നിങ്ങളുടെ അഡിക്ഷൻസിനാണോ മുൻഗണന നൽകുന്നത്? സോ മുൻഗണനയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്. എന്തിനു നിങ്ങൾ മുൻഗണന നൽകുന്നു? എന്ത് കാര്യത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകുന്നു? ഫോർ വാട്ട്? നിങ്ങൾ എന്തിനാണ് ഈ സംഗതി? ഏത് കാര്യത്തിലാണ്? പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ പ്രയോറിറ്റി. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട്. പിന്നീട് എന്ത് ചെയ്യണം? പിന്നീട് എന്ത് ചെയ്യണം? കാരണം നമ്മളുടെ സമയമാണ് നമുക്ക് ഏറ്റവും വലിയ അസറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പറഞ്ഞോ അല്ലെ? സമയമാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് സമയം. മരിക്കാതിരിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നോട്ട് ടു ഡൈ. മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം മരിക്കാതിരിക്കല്ല. മരിക്കാതിരിക്കുക എന്നതിന് അർത്ഥം എന്താ വെച്ചാൽ, മനുഷ്യന് ഏറ്റവും കൂടുതൽ സമയം, ഇനിയും കൂടുതൽ സമയം ലഭിക്കണം എന്നർത്ഥം. സമയമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം. കൂടുതൽ സമയം ലഭിക്കുക, ഈ ലോകത്ത് ജീവിക്കാൻ. അപ്പൊ നമ്മളുടെ ഈ സമയം, വിലപ്പെട്ട ഈ സംഗതി, നമ്മൾ ഏത് കാര്യത്തിലാണ് നമ്മൾ മുൻഗണനാ ക്രമപ്രകാരം ഉപയോഗിക്കുന്നത്? നിങ്ങൾ ഏത് കാര്യത്തിനാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുൻഗണന നിങ്ങൾ നൽകിയിരിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ എന്തെല്ലാം പ്രവർത്തികളിൽ ഏർപ്പെടുന്നു? മനസ്സിലാവുന്നുണ്ട്? എന്തെല്ലാം പ്രവർത്തികളിൽ നിങ്ങൾ ഏർപ്പെടുന്നു? രാവിലെ എണീറ്റിട്ട് നിങ്ങൾ എന്തിനാ മുൻഗണന കൊടുക്കുന്നത്? നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യും, പ്രാർത്ഥന നടത്തും. ശാരീരിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ഫിസിക്കൽ എക്സസൈസ് ചെയ്യും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അന്നത്തെ ഒരു ദിവസത്തിൽ നല്ല രീതിയിൽ ജോലി ചെയ്യണം, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അന്നത്തെ ഒരു ദിവസം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും, മുൻഗണന നൽകുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മുൻഗണന നൽകുന്ന കാര്യമാണ് നന്നായിട്ട് പഠിക്കുക, ലൈഫ് മാറ്റിമറിക്കുക എന്ന ആഗ്രഹം. അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ എല്ലാ ദിവസവും വരുന്നത്. ശരിയാണോ?
ശരിയാണോ? യെസ്, യെസ് ഓർ നോ? ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വേണം എന്നുള്ള ആഗ്രഹം നിങ്ങൾ കൊടുക്കുന്നു. ദാറ്റ്സ് വൈ യു ആർ കമ്മിങ് ടു ദ പ്രോഗ്രാം. പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരുന്നു, ഇവിടെ ഇരിക്കുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, പഠിക്കുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നൽകുന്ന മുൻഗണന ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. മുൻഗണന എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ മുൻഗണനാ പ്രകാരം ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. നിങ്ങൾ 2 തരത്തിലുള്ള ലിസ്റ്റ് ഉണ്ടാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയോറിറ്റി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യും എന്നുള്ളതിനെക്കാട്ടിലും ആദ്യം ഉണ്ടാക്കേണ്ട ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യില്ല എന്നുള്ളതാണ്. നോട്ട് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം. നോട്ട് ടു ഡു ലിസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യില്ല, എന്തെല്ലാം കാര്യങ്ങളോട് നിങ്ങൾ നോ പറയും. ക്ലിയർ ആണോ? എന്തെല്ലാം കാര്യങ്ങളോട് നിങ്ങൾ നോ പറയും. നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വളരാൻ അനുവദിക്കാത്ത, നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ആ സംഗതികൾ എന്താണെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത്, ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുന്നുണ്ട്, റോങ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് എങ്കിൽ, തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത്. നിങ്ങൾ എന്ത് ആക്ടിവിറ്റീസ് ആണ് ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നു. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യില്ല. ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലക്ക് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യില്ല. യു ഹാവ് ടു ഡിസൈഡ് ബട്ട് യു വിൽ നോട്ട് ഡു. നിങ്ങൾ എന്ത് ചെയ്യില്ല, എന്തെല്ലാം തെറ്റുകൾ നിങ്ങൾ ചെയ്യില്ല. മനസ്സിലായല്ലോ? അപ്പോ പകൽ ഉറങ്ങുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അപ്പൊ അത് അങ്ങനെയുള്ള നിങ്ങളുടെ ടൈം വേസ്റ്റ് ആയി പോകുന്ന, നിങ്ങളുടെ ടൈം ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്ന, നിങ്ങളുടെ ടൈം മിസ്യൂസ് ചെയ്യപ്പെടുന്ന, അബ്യൂസ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഏതാണ്? ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ എങ്ങനെ മാറി നിൽക്കും? മേക്ക് എ ടു ഡു ലിസ്റ്റ്, മേക്ക് എ നോട്ട് ടു ഡു ലിസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നോട്ട് ടു ഡു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കണം. ക്ലിയർ ആണോ? Can you create a not to do list? നോട്ട് ടു ഡു ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. ആ നോട്ട് ടു ഡു ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നോ ഡൗട്ട് വിൽ ബി ഫൈൻ. ഫസ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം വാട്ട് ആർ ദ ടു ഡു ലിസ്റ്റ്? നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും? അതിൽ ഉറപ്പായിട്ടും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മിനിമം ഇത്ര കാര്യം ചെയ്യും, മാനസികാരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും വേണ്ടിയിട്ട് ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്യും. അതായത് മെഡിറ്റേഷൻ ചെയ്യും, അതേപോലെ തന്നെ എൻ്റെ മൈൻഡ് ഒന്ന് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ മോർണിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കും. എൻ്റെ ട്രോമാസ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹീലിംഗ് സെഷനുകളിൽ പങ്കെടുക്കും. അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ എക്സസൈസ് ചെയ്യും. ആരോഗ്യത്തിന് വേണ്ടി ഫിസിക്കൽ ആയിട്ടുള്ള, മാനസിക ആരോഗ്യത്തിന് പുറമെ ഫിസിക്കൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എക്സസൈസ് ചെയ്യും. അടുത്ത സംഗതി എന്ന് പറയുന്നത് എന്താണ്? അടുത്തത് എന്താണ്? ഫിസിക്കൽ എക്സസൈസിന് പുറമെ അടുത്തത് എന്താ? അടുത്തത് എന്താണ്? മാനസിക ആരോഗ്യത്തിന് പുറമെ അടുത്തത് എന്താ നിങ്ങൾ ചെയ്യുക? ഒരു ഡേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. അന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിന്റെ ലിസ്റ്റ് തയ്യാറാക്കും. ഐ വിൽ പ്രിപ്പയർ എ ടു ഡു ലിസ്റ്റ്. ഒരു ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ അച്ചീവ്മെന്റ് ലിസ്റ്റ്, ഡെയിലി ഗോൾ ലിസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യും. അടുത്തത് എന്താണ്? സോ മുൻഗണന കൊണ്ടുവരിക. എന്തെല്ലാം കാര്യം? അതേപോലെ ഞാൻ ഒരു ബുക്ക് വായിക്കും. അതുപോലെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. മേക്ക് എ ലൈഫ് മീനിങ് ഫുൾ ആയിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകുക. അങ്ങനെ നിങ്ങൾ മുൻഗണന നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ ദ ബെനഫിറ്റ്സ് ഓഫ് പ്രയോറിറ്റി ഉള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് നിർവഹിക്കപ്പെടും എന്നുള്ളതാണ്. പ്രയാസമുള്ള കാര്യങ്ങൾ പ്രയാസമുള്ളതായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം നിങ്ങളുടെ മൈൻഡിൽ അത് പ്രയാസമാണോ അല്ലേ എന്നുള്ളതല്ല. ഇറ്റ് ഹാസ് ടു ബി ഡൺ. അത് ചെയ്തേ പറ്റും. മുൻഗണന അതിന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഒരു പ്രൊഫസർ ഒരു കോളേജിൽ ഒരു 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 കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ജാറ് കൊണ്ടുപോകും. ആ ജാറിൽ അദ്ദേഹം ഒരുപാട്
വലിയ കല്ലുകളുണ്ട്. അപ്പൊ ആ കല്ലുകൾ നിറഞ്ഞു നിന്നു, ജാറിൽ നിറഞ്ഞു. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇനി ഈ ഒരു ജാറിലേക്ക് എന്തെങ്കിലും ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ആ കല്ലുകൾ അത്ര വലുപ്പമില്ലാത്ത വളരെ ചെറിയ ചെറിയ കല്ലുകളുണ്ട്, അതിട്ടപ്പം ഈ വലിയ കല്ലുകളുടെ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ട് അത് നിറഞ്ഞു. ഓക്കെ, എന്നിട്ട് നിറഞ്ഞിങ്ങനെ ഫില്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇനി ഈ ജാറിലേക്ക് എന്തെങ്കിലും ഇടാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് ചെറിയ മണൽ തരികളുണ്ട് അതേപോലെ, അതിട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതിൽ വീണ്ടും നിറച്ചു. വളരെ ചെറിയ തരിയായിട്ടുള്ള മണൽ. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇനി ഇതിലേക്ക് എന്തെങ്കിലും ഇടാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഇനി ഒരിക്കലും ഇടാൻ പറ്റും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് വെള്ളം, ഒരു കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു. അപ്പൊ അത് മുകളിലായിട്ട് അത്രയും പോയി. ഇതാണ് ഡെമോൺസ്ട്രേഷൻ. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് ഇതിലേക്ക് ഇനിയൊന്നും ഒഴിക്കാൻ കഴിയില്ല, പക്ഷെ ഇതിന്റെ മാക്സിമം ലെവലിലേക്ക് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഉപയോഗിച്ചു കഴിഞ്ഞു. ഇതിന്റെ മാക്സിമം സ്പേസ്, സമയം ഉപയോഗിച്ചു കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആദ്യം തന്നെ ഈ വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ഇതിലേക്ക് മണൽത്തരിയോ അല്ലെങ്കിൽ വലിയ കല്ലുകളോ ഇടാൻ പറ്റുമായിരുന്നോ? ഇല്ല. എന്നാൽ ഞാൻ ഇതേപോലെ തന്നെയാണ്, ഞാൻ മണൽത്തരി ആദ്യം ഒഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതിലേക്ക് പിന്നീടുള്ള വലിയ കല്ലുകളോ സംഗതികളോ ഇടാൻ പറ്റുമായിരുന്നോ? ഇല്ല. ഈ ഒരു ഒരു എക്സസൈസ് കാണിക്കുന്നത് മുൻഗണന നൽകുന്നത് എന്തിനാണ് എന്നുള്ളതിന്റെ പ്രാധാന്യമാണ്. ഇദ്ദേഹം ആദ്യം മുൻഗണന നൽകിയത് വലിയ കല്ലുകൾക്കാണ്. വലിയ കല്ലുകൾ ഇട്ടപ്പോൾ പിന്നീട് ചെറിയ കല്ലുകൾ ഇടാനുള്ള സ്പേസ് ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസമാണ് ആ ജാറ്. ആ ഒരു ദിവസത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വലിയ പ്രാധാന്യമുള്ള ജോലികൾ ചെയ്തു തീർക്കുക. അങ്ങനെ അത് ചെയ്തു തീർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സംഗതികൾ വൈകുന്നേരമാകുമ്പോഴേക്കും ചെയ്താൽ മതി. 12 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതായത് ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിലായിട്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇനി അത് 2 മണി വരെ ആയി വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ 12 മണിക്കുള്ളിൽ ഒരിക്കലും ചെറിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, അപ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ള സമയമുണ്ടാകും. നമ്മുടെ അധികം ആൾക്കാരുടെയും പ്രശ്നം ചെറിയ ചെറിയ കാര്യങ്ങൾ, മൊബൈൽ നോക്കലും തമാശ കാണലും അതേപോലെ തന്നെ റീൽസ് കാണലും ഈ പറഞ്ഞിരിക്കുന്ന എന്റർടൈൻമെന്റ് ആസ്വദിക്കലും ഒക്കെ ഒരു ദിവസത്തിന്റെ ആദ്യത്തിലേക്ക് വെക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഗതിയിലേക്ക് ഉൾപ്പെടുത്തും. അവിടെ പ്രയോറിറ്റി മാറുകയാണ്. അപ്പോൾ പിന്നീട് വലിയ കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ വെച്ചാൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നു, വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കും. ഇത് എന്തുകൊണ്ടാണ്? ട്രോമ റെസ്പോൺസ് ആണ്. അതായത് നമ്മൾക്ക് മടി പിടിക്കുന്നത് ട്രോമയാണ്, ട്രോമയിൽ നിന്നുള്ള റെസ്പോൺസ് കൊണ്ടാണ്. അതായത് നമ്മളുടെ ട്രോമ ഹീൽ ചെയ്യാത്തത് കൊണ്ട്. നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രോമ അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്നത് സ്ട്രെസ്സിൽ നിന്ന് ഒളിച്ചോടാനാണ് തോന്നുന്നത്, നമ്മുടെ വേദനകളിൽ നിന്ന് ഒളിച്ചോടാനാണ് നമ്മൾ തോന്നുന്നത്. അപ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന എന്താണ്, വലിയ ട്രോമകളെ കാണുന്നത് പോലെ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് സ്ട്രെസ് നൽകുന്നതാണ്. വലിയ ഉത്തരവാദിത്തങ്ങളിൽ പ്രയാസമുണ്ടാകും. പ്രയാസമുള്ള ജോലികളിൽ എന്താ വെച്ചാൽ സ്ട്രെസ് ഉണ്ടാവും, സ്ട്രെസ് ഫീൽ ചെയ്യും. സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോകും. ഉടനെ നമുക്ക് അതിൽ നിന്ന് ഒളിച്ചോടണം. അത് നമുക്ക് വേണ്ടാന്ന് വെക്കണം. ഇങ്ങനെ വേണ്ടാന്ന് വെക്കുന്ന ശീലങ്ങളാണ്, ഫേസ് ചെയ്യാതെ അതിനെ സോൾവ് ചെയ്യാതെ വേണ്ടാന്ന് വെക്കുന്ന ശീലങ്ങളാണ് നമുക്കുള്ള പ്രശ്നത്തിന് കാരണം. സോ നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്ന് വെച്ചാൽ നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ what you have to do, solve your big problems first.
ഓരോ ദിവസവും വലിയ ഉത്തരവാദിത്തങ്ങൾ ആദ്യം ചെയ്തു തീർക്കുക, പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ആദ്യം ചെയ്തു തീർക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അപ്പൊ അത് ചെയ്തു തീർക്കണം എന്നുണ്ടെങ്കിൽ ട്രോമാസ്, അങ്ങനെ ഒരു സ്വഭാവം, അത് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? ഉണ്ടോ? യെസ്. വലിയ ഉത്തരവാദിത്തങ്ങളും പ്രയാസമേറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റിവെക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? ഒന്ന് കമന്റ് ചെയ്ത് യെസ്. ഒന്ന് കമന്റ് ചെയ്ത് കമന്റോ? വലിയ ഉത്തരവാദിത്തങ്ങൾ യെസ്. ഹാരിസ് പറയുന്നു യെസ്. ചിലർ പറയുന്നു നോ, ചിലർ പറയുന്നു യെസ് 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 യെസ്. ഒരുപാട് പേർക്ക് ഈ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഹൗ വി വിൽ സോൾവ്? നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? നമ്മൾ സോൾവ് ചെയ്യുന്നത് ഈ രൂപത്തിലാണ്. നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കുന്ന ഈ രൂപത്തിലാണ്. എങ്ങനെ? ഹീൽ ചെയ്യണം. യു ഹാവ് ടു ഹീൽ ഇറ്റ്. കാരണം നമ്മളുടെ സ്ട്രെസ് ആണ് നമ്മൾ എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോവാണ്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ എന്താ വെച്ചാൽ അത് ഈ രൂപത്തിലേക്ക് വഷളായി പോകുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മറികടക്കണം, പുറത്ത് കിടക്കണം. വി ഷുഡ് ഗെറ്റ് ഔട്ട്. വി ഷുഡ് ഗെറ്റ് ഔട്ട്. നമുക്ക് വല്ലാത്ത ആ ഒരു പ്രയാസത്തിൽ, ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ എന്തായിരിക്കണം? മറികടന്ന് ഹീല് ചെയ്ത് പുറത്തു പോകണം, പുറത്ത് കിടക്കണം. അങ്ങനെ നമ്മൾ ആക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരാളായിട്ട് മാറണം. അതെങ്ങനെയാണ് മാറുന്നത്? അത് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മളുടെ ട്രോമ ഹീലിംഗ്. മടി എന്ന് പറയുന്ന പ്രശ്നമാണ് നമ്മുടെ പ്രയോറിറ്റിയുടെ ഏറ്റവും വലിയ നീട്ടിവെക്കുന്ന സ്വഭാവം. നീട്ടിവെക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവും. അപ്പൊ പ്രയോറിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രയോറിറ്റൈസേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ സ്റ്റെപ്സുകളും, ഏതൊരു ടാസ്ക് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ടാസ്കിന് ഒരു 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 ജോലി നമ്മൾ ചെയ്യുകയാണെങ്കിലും ആ ടാസ്കിന് എന്ത് ചെയ്യണം? ചങ്ക് ചെയ്യണം എന്നാ പറയും. വലിയ ടാസ്കുകൾ, നമ്മളിപ്പോൾ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളാണല്ലോ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഈ വലിയ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാത്തതിന്റെ പ്രശ്നം എന്താ? അതൊരു വലിയ മല പോലെ ഫീൽ ചെയ്യുന്നു, വലിയൊരു ഉത്തരവാദിത്തം പോലെ ഫീൽ ചെയ്യുന്നു. വലിയ ഉത്തരവാദിത്തം പോലെ ഫീൽ ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ ഡിവൈഡ് ചെയ്യണം, ചെറുതാക്കണം. ആദ്യം എന്ത് ചെയ്യണം, പിന്നെന്ത് ചെയ്യണം, പിന്നെന്ത് ചെയ്യണം, പിന്നെന്ത് ചെയ്യണം, ഒരു 3, 4, 5, 6, 7, 8, 9, 10 പീസാക്കി മാറ്റുക. അപ്പോൾ പിന്നെ ആ ജോലി എന്താണ്? ചെറിയ ചെറിയ ടാസ്കുകളാണ്. എന്നിട്ട് അതിൽ ഓരോ ടാസ്കുകളും, അതിൽ ആദ്യം ഏതാണ് ചെയ്യേണ്ടത്, വീണ്ടും അതിലൊരു പ്രയോറിറ്റി കൊണ്ടുവരിക. ആദ്യം ഏത് ചെയ്യണം, പിന്നെ ഏത് ചെയ്യണം, പിന്നെ ഏത് ചെയ്യണം, പിന്നെ ഏത് ചെയ്യണം. സോ അപ്പൊ നമ്മുടെ മൈൻഡിൽ അതെന്തായി? ചെറുതായി മാറി, ചെറിയ ടാസ്കുകളായിട്ട് രൂപീകരിക്കപ്പെട്ടു. ചെറിയ ചെറിയ പീസുകളാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ എഫക്റ്റ്. ഏത് വലിയ ടാസ്കിനെയും നിങ്ങൾ ചങ്ക് ചെയ്യുക. ചങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനെ കട്ട് ചെയ്ത് ചെറുതാക്കലാണ്. മനസ്സിലായോ? അതിനെന്ത് വെച്ചാൽ ഒരു phase 1, phase 2, phase 3, phase 4 എന്ന് പറഞ്ഞ പോലെ ഒരുപാട് സമയം എടുക്കുന്ന വലിയ ടാസ്ക് ആണെങ്കിൽ അങ്ങനെ ചെയ്യും. phase 1 15 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട്. then phase 2 അടുത്തൊരു 10 ദിവസം കൊണ്ട്. phase 3 അടുത്തൊരു 15 ദിവസം കൊണ്ട്. phase 4 അടുത്തൊരു 20 ദിവസം കൊണ്ട്. ഇങ്ങനെ ടൈം നോക്കിയിട്ട് ആലോചിച്ച് ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ദെൻ ക്രിയേറ്റ് എ പ്ലാൻ. നിങ്ങൾ എന്ന് വെച്ചാൽ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എവറിഥിങ്, ഇഫ് യു ഹാവ് എ പ്ലാൻ ഫോർ എവറിഥിങ്, നിങ്ങൾ ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളൊരു പ്ലാനിങ്ങിലൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സിക്യൂഷൻ വളരെ സ്മൂത്ത് ആയിരിക്കും, അതിന്റെ ഇംപ്ലിമെന്റേഷൻ വളരെ സ്മൂത്ത് ആയിരിക്കും. പലപ്പോഴും പല ജോലികളും നമുക്ക് എന്താ വെച്ചാൽ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയാത്തതിന്റെ റീസൺ എന്താണ്? നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യില്ല, ഇതേപോലെ ചങ്ക് ചെയ്യില്ല, അതിനെപ്പോലെ ചെറുതാക്കി എടുക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ചങ്കിങ് ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് വേ. നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ചെറുതാക്കി 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 കൊണ്ടുവരും. എന്നിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താ വെച്ചാൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ. അപ്പോ വലിയ ഭാരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാതെ ചെറിയ ചെറിയ ഭാരമായിട്ട്, ചെറിയ ചെറിയ സംഗതികളാക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മളതിനെ മാറ്റിയെടുക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ മനസ്സിന് എന്തുണ്ടാവണം? വളരെ ഹൈ എനർജിയിൽ നിൽക്കും. ഹൈ എനർജി. ആ ഹൈ എനർജി എന്ന് പറയുന്നത് ഏതാണ്?
നമ്മൾ ചെയ്യുന്ന ജോലി വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട് താല്പര്യത്തോടു കൂടി ചെയ്യാനുള്ള ആ ഹയർ എനർജിയിൽ നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റെസ്റ്റ് എന്നുള്ളത്. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ലഭിച്ചിരിക്കണം. പ്രോപ്പറായിട്ട് റെസ്റ്റ് ലഭിച്ചിരിക്കണം. നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് നിൽക്കുന്നത്, നിങ്ങളുടെ പെർഫോമൻസ് നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ല എനർജി ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എനർജി ഫീൽ ചെയ്യാനുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റുട്ടീൻ ഉണ്ടാവണം. ഞാൻ ഒരു ദിവസത്തെ 4 ഭാഗമാക്കി തിരിക്കാറുണ്ട്. ഇത് ഞാൻ 2018 ചാർജ് എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 100 പേരിൽ പരീക്ഷിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ 4 ഭാഗമായിട്ട് തിരിച്ചു. ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് എണീക്കുക. 5 മണിക്ക് എണീറ്റിട്ട് അന്നത്തെ ഒരു ദിവസത്തിലേക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം. എണീറ്റ ഉടനെ തന്നെ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മെഡിറ്റേഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നു. അതേപോലെ ഒരു മോർണിംഗ് ക്ലാസ്സിലോ സംഗതികളിലോ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ എക്സസൈസിലേക്ക് പോകുന്നു. തലേ ദിവസം എഴുതി വെച്ചത് എടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ തിരുത്തുന്നു. ഡെയിലി ടു ഡു ലിസ്റ്റുകളൊക്കെ തയ്യാറാക്കുന്നു. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. അടുത്തത് ഫാമിലിയുടെ കൂടെ, മക്കളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുന്നു. അതും കൂടെ ആകും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നിങ്ങൾ റെഡിയാണ്. യു ആർ റെഡി ഫോർ ദ ഡേ. ഇറ്റ്സ് കോൾഡ് പ്രിപ്പറേഷൻ. അങ്ങനെ നിങ്ങൾ ഒരു 9 മണിയോട് കൂടിയിട്ട് പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അടുത്തത് വാറാണ്, യുദ്ധം. നിങ്ങളുടെ ജോലി, നിങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ, സംഗതികൾ, നിങ്ങൾ ഒരു വീട്ടമ്മ എന്ന നിലക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തി എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള ഒരാളെന്ന നിലക്കോ ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലക്കോ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ, ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പിറകെ ആഗ്രഹങ്ങളുടെ പിറകെ പോകാൻ, അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കാൻ, അതിനുവേണ്ടി ജോലി ചെയ്യാൻ നിങ്ങൾ മാറ്റിവെക്കുന്ന സമയമാണ് വാർ. എവറി ഡേ നിങ്ങൾക്ക് അന്ന് ആ ഒരു ദിവസം അച്ചീവ് ചെയ്യേണ്ട ഗോളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അത് എഴുതിയെടുക്കുന്ന, അത് അച്ചീവ് ചെയ്തെടുക്കുന്ന, അത് നേടിയെടുക്കുന്ന, അത് എഴുതിയിട്ട് അത് നേടിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനാണെന്ന് വെച്ചാൽ നമ്മൾ വാർ എന്ന് പറയുന്നത്. 9 മണി മുതൽ വൈകിട്ട് ഒരു 6 മണി വരെ യുദ്ധമാണ്. ഓക്കെ, ഒരു 5 മണി വരെ യുദ്ധം ചെയ്ത് ഒരു 6 മണിയാകുമ്പോഴേക്കും യുദ്ധം കഴിഞ്ഞ് അവസാനം വീട്ടിലെത്താം. പിന്നെ ഒരു 6 മണി മുതൽ നിങ്ങൾ പിന്നീട് എന്താണ്, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് കോൾഡ് സെലിബ്രേഷൻ. അന്നത്തെ യുദ്ധത്തിൽ വിജയിച്ചു വന്നിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യാണ്, ഫാമിലിയുടെ കൂടെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, അവരുടെ സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കുന്നു, ഫാമിലിയുടെ കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു. സ്പെൻഡ് ടൈം വിത്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയോട് സമയം ചെലവഴിക്കുന്നു, മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുന്നു. ബിക്കോസ് അത് മാനസികാരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. മാനസികാരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ ഏത് അഡിക്ഷൻസ് ഇല്ലാതിരിക്കാനും നല്ല ഹാപ്പി ആയിട്ട് പോകാനും നല്ല സന്തോഷത്തിൽ പോകാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കൂടെ, നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്താണ്, പിന്നീടുള്ളത് റെസ്റ്റ് ആണ്. 10 മണിയായി കഴിഞ്ഞാൽ ഉറങ്ങുക. കാരണം 5 മണിക്ക് എണീക്കാനുള്ളതാണ്. 10 മണിക്ക് എന്ത് ചെയ്യാൻ, നിങ്ങൾ ഉറങ്ങുക, 5 മണിക്ക് എണീക്കുക. ക്ലിയർ ആണോ? ആ 5 മണിക്ക് എണീക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, രാത്രി 10 മണിക്ക് ഉറങ്ങും. 10 മണിക്ക് ഉറങ്ങണം. 10 മണിക്ക് എണീക്ക്, നിങ്ങൾ എന്ത് ചെയ്യാൻ, ഉറങ്ങും. 10 മണിക്ക് നിങ്ങൾ ഉറങ്ങും. അങ്ങനെ റെസ്റ്റ്, പ്രോപ്പർ റെസ്റ്റ് നിങ്ങൾ എടുത്തു. അപ്പോൾ പ്രോപ്പർ റെസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി, നന്നായിട്ട് ബോഡി റിക്കവറായി. എന്തിനാ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും അടുത്ത യുദ്ധത്തിന് ഒരുങ്ങുകയാണ്.
പ്രിപ്പറേഷൻ. 5 മണിക്ക് എണീക്കുന്നു, പ്രിപ്പറേഷൻ തുടങ്ങുന്നു. മെന്റലി നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നു, ഫിസിക്കലി നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നു, സ്ട്രാറ്റജിക്കലി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. അതേ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി, പിന്നെ ഫാമിലിയുടെ ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അന്നത്തെ ഒരു ദിവസത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കുളിച്ച് ഫ്രഷായി ഒരുങ്ങി യുദ്ധത്തിന് പോകും. യു ആർ ഗോയിങ് ഫോർ വർക്ക്. കോഴ്സ് ചെയ്യുന്നവർക്ക് അതായിരിക്കും യുദ്ധം. വീട്ടമ്മമാർക്ക് വീട്ടിലുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും അടുത്ത സംഗതികളും പ്ലാൻ ചെയ്യുന്നതിലായിരിക്കാം യുദ്ധം. മറ്റുള്ളവർക്ക് എന്ത് വെച്ചാൽ മറ്റുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിലായിരിക്കും യുദ്ധം. വട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു. യുദ്ധം ആരംഭിക്കുന്നു, ഓരോന്നും അച്ചീവ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈവനിങ്ങിൽ തിരിച്ചു വരുന്നു, വീട്ടിൽ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, സെലിബ്രേഷൻ. ദെൻ അഗെയിൻ റെസ്റ്റ്. യു റിപ്പീറ്റ് ദിസ്. ലൈഫ് ഈസ് സിമ്പിൾ. ഈ 4 രീതിയിൽ ലൈഫിനെ സിമ്പിൾ ആക്കി എടുക്കാം. ചെയ്തുകൂടെ? ഇത് ചെയ്യുമ്പോൾ ദിസ് ഈസ് എ ലൈഫ് യു ആർ പ്രയോറിറ്റൈസിങ്. ഇങ്ങനെ ഒരു ലൈഫ് പ്രയോറിറ്റൈസ് ചെയ്യണം. കാരണം ഇതിൽ നിങ്ങളുടെ സമയമെല്ലാം ഉൾപ്പെട്ടു. 24 മണിക്കൂർ, 8 മണിക്കൂർ ഉറക്കം വേണം, പ്രയോറിറ്റി. എണീറ്റ് ഉടനെ തന്നെ വെച്ചാൽ ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം, പ്രയോറിറ്റി. ഫോൺ ഉപയോഗിക്കില്ല, 1 മണിക്കൂർ ഫോൺ ഉപയോഗിക്കില്ല, അതൊരു പ്രയോറിറ്റിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്താ വെച്ചാൽ നിങ്ങൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം എന്നുള്ളത് പ്രയോറിറ്റി കൊടുക്കുന്നു. മെന്റൽ എക്സസൈസ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ള പ്രയോറിറ്റി കൊടുക്കുന്നു. ക്ലാസ്സുകൾ കേൾക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഗതികൾ പ്രയോറിറ്റി കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ന് വെച്ചാൽ അന്നത്തെ ഒരു ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു, ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നു, നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, പ്രയോറിറ്റി കൊടുക്കുന്നു. മനസ്സിലാകുന്നുണ്ട്? ഇങ്ങനെയുള്ള എന്തിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത്? ഗെറ്റ് തിങ്സ് ഡൺ. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യും. മനസ്സിലായോ? അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജോലിക്ക് പ്രയോറിറ്റി കൊടുക്കുകയാണ്, വേറെ കാര്യങ്ങൾക്കല്ല. മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് ഈസ് എ വേ. ഇത് ഞാനായിട്ട് ഡിസൈൻ ചെയ്ത എന്റെ ലൈഫിൽ ഞാൻ ഡിസൈൻ ചെയ്ത ഒരു സാധനമാണ് കേട്ടോ ഇത്. അതായത് പ്രിപ്പറേഷൻ, വാർ, സെലിബ്രേഷൻ, റെസ്റ്റ്. അത് റിപ്പീറ്റ് ചെയ്യാം. പ്രിപ്പറേഷൻ, വാർ, സെലിബ്രേഷൻ, റെസ്റ്റ്. റിപ്പീറ്റ് ചെയ്യാം. സോ ലൈഫ് ഈസ് വെരി സിമ്പിൾ ആക്കി മാറ്റിയെടുക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ അങ്ങനെ സിമ്പിൾ ആക്കി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്. അതിൽ നിന്ന് എൻജോയ്മെന്റ് കണ്ടെത്തുക, അതിൽ നിന്ന് റിലാക്സേഷൻ ഉണ്ട്. അതിൽ സൺഡേ വരുമ്പോൾ കൂടുതൽ ടൈം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഹോളിഡേ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും കൂടുതൽ ടൈം നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ, റിലേറ്റീവ്സിന്റെ കൂടെ, അല്ലെങ്കിൽ ഒരു ട്രിപ്പോ ഒരു യാത്രയോ ഇങ്ങനെയുള്ള റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക? വീണ്ടും നമ്മൾ റീജുവനേറ്റ് ചെയ്യും. നമ്മൾ വീണ്ടും എന്താ വെച്ചാൽ ഒന്ന് ഉഷാറാക്കി എടുക്കും. ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തത് എൻ്റെ ഒരു ഗുഡ് ലക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നു. സീമ ഫറൂഖ്, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇസ് ഇറ്റ് യൂസ്ഫുൾ? ഓരോ ദിവസവും പുതിയ 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 കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? ഓരോ ദിവസവും നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇങ്ങനെ ഇതെല്ലാം കൂടെ വന്നിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടാവുന്നുണ്ടോ? ഓക്കെ, ഇത് സ്റ്റോപ്പ് ചെയ്യണോ? മതിയോ? ഓക്കെ, നോ വേ. ഓക്കെ, അപ്പം കണ്ടിന്യൂ ചെയ്യണോ? അതോ സ്റ്റോപ്പ് ചെയ്താൽ മതിയോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യണം. യെസ്. അപ്പം കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് പുതിയ പുതിയ ഇതിൽ ഏത് മെത്തേഡാണ് നിങ്ങളെ രക്ഷപ്പെടുത്താന്ന് പറയാൻ പറ്റും. 2011 100 പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരു പ്രൊജക്റ്റ് ആയിരുന്നു എന്ത് ചാർജ് എന്ന് പറയുന്നത്. ആ ചാർജിൽ നമ്മൾ ഫോളോ ചെയ്തിരുന്ന കൾച്ചർ ഇതാണ്. ലൈക്ക് രാത്രി 10 മണിയായി കിടന്നുറങ്ങും, 5 മണിക്ക് എണീക്കുക. പ്രയോറിറ്റിയാണ്, ഉറക്കത്തിന് പ്രയോറിറ്റി കൊടുക്കണം. ഉറങ്ങണം 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ ഉറങ്ങും. മിനിമം 7 മണിക്കൂർ ഉറങ്ങും. അതിനെന്ത് ചെയ്യണം? ഫോൺ ഉപയോഗം പാടില്ല. രാത്രി ആയി കഴിഞ്ഞാൽ ഉറങ്ങുക, രാവിലെ ആയി കഴിഞ്ഞാൽ എണീക്കുക. 5 മണിക്ക് എണീറ്റിട്ട് എന്ത് ചെയ്യുക? പ്രാർത്ഥന, മെന്റൽ എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ്, പ്രിപ്പറേഷൻ, സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ. അതായത് അന്നത്തെ ഒരു ദിവസം എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്യുക. എങ്ങനെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതിന്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാം. ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ പ്രയോറിറ്റി ആദ്യം എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, ലിസ്റ്റ് ഉണ്ടാക്കുക. ഒന്ന് പ്രിപ്പയർ ആയിട്ട് പ്ലാൻ ആയിട്ട് ഓക്കെ ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. കുളിച്ച് ഫ്രഷ് ആവാൻ റെഡിയാ, ജോലിയിലേക്ക് ഇറങ്ങും. യുദ്ധം തുടങ്ങി. ആൻഡ് വിൻ ദ വാർ. ആ യുദ്ധത്തിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ യുദ്ധം ജയിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അവിടെയും പോസിറ്റിവിറ്റി കൊണ്ടുവരണം. കാണുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ നല്ല അപ്രീസിയേഷൻ കൊടുക്കുക,
ഒരു 10 പേരെ അല്ലെങ്കിൽ 5 പേരെങ്കിലും മിനിമം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാം. നല്ല കാര്യങ്ങൾ കണ്ടെത്തുക ആൾക്കാരുടെ, അവരുടെ പോസിറ്റീവായിട്ട് പറയാം. ഹഗ് ചെയ്യാൻ പറ്റുന്നവരെ ഹഗ് ചെയ്യാം. പോസിറ്റീവ് എനർജി പാസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ എന്താ വെച്ചാൽ വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് മാറുക. മനസ്സിലാവുന്നു? ചെറിയ എന്താണ് ചോദ്യം? ചെറിയ ഉറക്കമൊക്കെ ഉണ്ടെങ്കിലും സാറിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉറക്കമൊക്കെ പോകുന്നുണ്ട്. ശരിയല്ല? ഓക്കെ, താങ്ക് യു. സോ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ ഹാബിറ്റ്സുകൾ നിങ്ങളെ സഹായിക്കും. അപ്പൊ പ്രയോറിറ്റൈസ് ചെയ്യുക കേട്ടോ. പ്രയോറിറ്റൈസ് യുവർ ടൈം. ദാറ്റ് ഇസ് ടുഡേസ് ടോപ്പിക്. നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്താണ്? ഗെറ്റ് തിങ്സ് ഡൺ ഈസിലി. നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു, ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു. രണ്ടാമത്തത്, കോംപ്ലക്സിറ്റി ആൻഡ് സ്ട്രെസ് വിൽ ഗോ ഔട്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് കോംപ്ലക്സിറ്റിയും സ്ട്രെസ്സും ഇല്ലാണ്ടാവും. അതായത് ലൈഫിൽ നമ്മൾ എന്താ വെച്ചാൽ ഒരു അടുക്കും ചിട്ടാനും ഇല്ലാതെയാകുമ്പോഴാണ്, സിംപ്ലിഫൈ ചെയ്യാതിരിക്കുമ്പോഴാണ് കോംപ്ലക്സിറ്റി ഉണ്ടാവുന്നത്. കോംപ്ലക്സിറ്റിയിലാണ് സ്ട്രെസ് ഉണ്ടാവുന്നത്. സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും, അത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ ട്രോമകളെ ട്രിഗർ ചെയ്യും. ട്രോമ ട്രിഗർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ട്രോമയുടെ റിയാക്ഷൻ ആണ് ഉണ്ടാവുക. അതിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അൺകൺട്രോളബിൾ ബിഹേവിയറിലേക്കും മോശം സ്വഭാവങ്ങളിലേക്കും തെറ്റായ രീതികളിലേക്കും ശൈലികളിലേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കും. മടി പിടിച്ചിരിക്കും, നീട്ടിവെക്കുന്ന സ്വഭാവം ഉണ്ടാകും. അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ ഒരു ഉഴപ്പനായി, ഒരു ഉത്തരവാദിത്തമില്ലാത്ത, കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയായിട്ട്, കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ട്രാക്ക് ആയിട്ടുള്ള, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ മോശമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അത് നയിക്കും. സോ ഇഫ് യു ഹാവ് എ പ്രയോറിറ്റി ഉണ്ട്, നിങ്ങൾ പ്ലാൻ ചെയ്തു, സംഗതികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ എന്താണ്? സിമ്പിൾ ആണ്. പിന്നെ എനിക്കിതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ ക്ലിയർ ആണ്. ശരിയാണോ? ഇത് ഈ ഒരു പ്ലാൻ ഇല്ലാത്ത, ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യാത്ത ഒരാൾ, ആദ്യം എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം എന്ന് പ്ലാൻ ഇല്ലാത്ത, ഒരു പ്രയോറിറ്റി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഇതെല്ലാം എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്, എനിക്ക് നേരെ ട്രിഗർ ചെയ്ത് എന്ത്, എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ട്, ഇതൊക്കെ പാട് ഞാൻ എപ്പോ ചെയ്യും, ഇങ്ങനെയുള്ള സംഗതിയിലേക്ക്, ഒരു മൈൻഡ് സെറ്റിലേക്കാണ് പോകുന്നത്. അതിന് പകരം എന്താ വേണ്ടത്? യു സെറ്റ് യുവർ പ്രയോറിറ്റീസ് റൈറ്റ് ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു. നിങ്ങളുടെ പ്രയോറിറ്റീസ് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ചേഞ്ച് യു, ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ക്ലിയർ തിങ്സ് ഔട്ട്. ക്ലട്ടർനെസ്, അതിന്റെ ഒരു എന്താ പറയുക, ഒരു ഖേവോസ് ഉണ്ട്. ആ അലങ്കോലായി കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നെല്ലാം മാറി ഓവർവെൽമിംഗ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് വളരെ എന്താ പറയുക, സിംപ്ലിഫൈ ചെയ്യപ്പെടും ലൈഫ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഒരു 5 കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു 10 കാര്യങ്ങൾ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, ലൈഫിനെ സിംപ്ലിഫൈ ചെയ്യുക. അതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്താ വെച്ചാൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ പോയിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, നമുക്കോ ഓൾറെഡി കുറേ പ്രശ്നങ്ങളുണ്ടാവും. എന്നിട്ട് ആവശ്യമില്ലാതെ കുറേ പ്രശ്നങ്ങൾ പോയിട്ട് എന്ത് ചെയ്യും? ഏണി വെച്ചിട്ട് വലിച്ചു പിടിക്കും. അവിടെ പോയിട്ട് വേറെ പ്രശ്നങ്ങളിൽ ഇടപെടും. അവരുടെ സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ ഇടപെടുക. അതിനെ പറ്റി അറിയാൻ ശ്രമിക്കുക. കീപ് യുവർ ലൈഫ് സിമ്പിൾ. ലൈഫ് സിമ്പിൾ ആയിട്ട് കീപ്പ് ചെയ്യുക. ഡോണ്ട് കോംപ്ലിക്കേറ്റ്. അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത്, അൺഹെൽത്തി ആയ കാര്യങ്ങൾ ചെയ്ത്, നിങ്ങളുടെ ലൈഫ് തകരും അല്ലെങ്കിൽ തകരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ചെയ്ത്, നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന കാര്യങ്ങൾ ചെയ്ത്, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് പോയിട്ട് ഡോണ്ട് റൂയിൻ യുവർ ലൈഫ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ഉപകാരമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിലേക്ക് നയിക്കുന്ന അല്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. പിന്നെ എൻജോയ്മെന്റും റിലാക്സേഷനും ഒക്കെ ആവാം, പക്ഷെ അതൊരു അഡിക്ഷൻ ആയി മാറുന്നുണ്ട്, അതൊരു ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് മാറുന്നുണ്ട്. അത് പ്രയോറിറ്റി ആവുന്നത്. പ്രയോറിറ്റി ഷുഡ് ബി നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങളുടെ ശരീരം റെസ്റ്റ് എടുക്കുക, നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കുക, ഷാർപ്പൺ ചെയ്തിരിക്കുക, നിങ്ങളുടെ മനസ്സിനെ നല്ല മൂർച്ചയുള്ളതാക്കി മാറ്റുക, ശരീരത്തെ നല്ല മൂർച്ചയുള്ളതാക്കി മാറ്റുക, നല്ല ആരോഗ്യമുള്ളതാക്കി മാറ്റുക, നല്ല ഫലമുള്ളതാക്കി മാറ്റുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാക്കി മാറ്റുക, നല്ല എനർജിയുള്ള, അതാണ് നിങ്ങളുടെ കാര്യങ്ങൾ. അതാണ് നിങ്ങളുടെ പ്രയോറിറ്റി വരേണ്ടത്. അത് അടുത്തത് എന്ന് വെച്ചാൽ ആ ദിവസത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ദെൻ ഗോ ആൻഡ് ഡു ഇറ്റ്. അതിലുള്ള അന്നത്തെ ടാസ്കുകൾ എന്താണോ അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. വീട്ടിൽ വരിക,
കുട്ടികളുടെ കൂടെ, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, ദെൻ ഗോ ടു സ്ലീപ്. ഇറ്റ്സ് വെരി സിമ്പിൾ ലൈഫ്. ഡു ഇറ്റ്. നമ്മൾ അൺനെസസറി ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കും. കുറേ പ്രശ്നങ്ങൾ അതിലേക്ക് കൊണ്ടുവരും. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ദുശീലങ്ങൾ കൊണ്ടുവരും, നമ്മുടെ കുറേ ആഗ്രഹങ്ങൾ. അതാണ് പറയുന്നത്, ആഗ്രഹമാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണം. കുറേ പ്രശ്നങ്ങൾ അതിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ കാരണം. കോംപ്ലിക്കേറ്റഡ് ആയി. വേർ ദർ ഇസ് കോംപ്ലിക്കേഷൻ ദർ ഇസ് സ്ട്രെസ്. നിങ്ങൾ എവിടെയാണോ കോംപ്ലിക്കേഷൻസ് അവിടെ സ്ട്രെസ് ഡെവലപ്പ് ആകും. സോ റെഡ്യൂസ് മാക്സിമം കോംപ്ലക്സിറ്റി. കോംപ്ലക്സിറ്റി എന്ത് ചെയ്യുക? പരമാവധി കുറക്കാൻ പറ്റുന്നത് കുറയ്ക്കും. സിംപ്ലിഫൈ ചെയ്യുക. അനാവശ്യമായിട്ട് കോംപ്ലക്സിറ്റി ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. പക്ഷേ നമ്മൾ കോംപ്ലക്സിറ്റി റിങ്ങിൽ നമ്മൾ നിൽക്കണം. അതെന്താണ്? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളും ചാലഞ്ചസും ഒക്കെ ഇട്ടിട്ടുണ്ട്. ദാറ്റ് കോംപ്ലക്സിറ്റി ഈസ് ഗുഡ്. മനസ്സിലായോ? അതല്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, വാർത്തകൾ, സംഗതികൾ ചെക്ക് ചെയ്യുക, സോഷ്യൽ മീഡിയ കയറി നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഓവറായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ലൈക്ക് ദാറ്റ്സ് അൺനെസസറി. ഡോണ്ട് ഡു ഇറ്റ്. ദർ ഷുഡ് ബി എ ലിമിറ്റ് ഫോർ ഇറ്റ്. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് യൂസ്ഫുൾ? സോ ഡെയിലി ചെയ്യും. ബട്ട് ടെൻഷൻ വരുമ്പോൾ എല്ലാം സ്റ്റോപ്പ് ചെയ്യും, ഡൗൺ ആയിപ്പോകും. സജനയോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹീൽ ചെയ്യണം. അല്ലേ? ടെൻഷൻ വരുമ്പോഴേക്കും എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? ട്രോമ റെസ്പോൺസ് ആണ്. ട്രോമ വന്നിട്ട് നിങ്ങൾ തകർന്നു പോവുകയാണ്. ആ ഹീലിംഗ് നടന്നു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾ അത് ബാധിക്കില്ല. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് പ്രോഗ്രാമിലേക്ക് എന്തായാലും വരിക. കം ടു ദ കാലിക്കറ്റ് പ്രോഗ്രാം. ദെൻ ലെറ്റ്സ് ഹീൽ. നമ്മളുടെ ഇത്തരത്തിലുള്ള വേദനകൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ. നിങ്ങൾ എത്ര ആൾക്കാർക്കുണ്ട് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്യണം താല്പര്യമുണ്ട്? ആദ്യത്തെ 2 ദിവസം ചെയ്യും, അല്ലെങ്കിൽ 3 ദിവസം ചെയ്യും, പിന്നെ 4 ദിവസം ചെയ്യും, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. സർ, എത്ര പേർക്കുണ്ട് ആ പ്രശ്നം? ഹൗ മെനി പീപ്പിൾ ഹാവ് ദാറ്റ് ഇഷ്യൂ? നമുക്കത് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. അത് നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു മെത്തേഡ് മാത്രം പോരാ. ഞാനിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡുകൾ മാത്രം പോരാ. ഓക്കെ, ഇങ്ങനെ കുറേ അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പലതും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ നടക്കാത്തത്? പല ടെക്നിക്കുകളും, മെത്തേഡുകളും, ടൈം മാനേജ്മെന്റ് ടിപ്സും, സംഗതികളും, മോട്ടിവേഷനും, കാര്യങ്ങളും, ഇൻസ്പിറേഷനും, അതും ഇതും എല്ലാം കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും എന്താ മാറാത്തെ? എന്നിട്ടും എന്താ ഞാൻ നന്നാവാത്തെ? അല്ലേ? എന്നിട്ടും എന്താ എനിക്ക് എന്താ കാര്യങ്ങൾ നടക്കാത്തത്? അപ്പൊ അതെങ്ങനെയാണ് മാറുക? ആ ഇഷ്യൂ നമ്മൾ എങ്ങനെയാ മാറുക? ദ മോർ യു ഹീൽ യുവർ വോൺസ്. നിങ്ങളുടെ ട്രോമയിൽ നിന്നുണ്ടായിട്ടുള്ള വേദന നിറഞ്ഞിട്ടുള്ള, പ്രയാസങ്ങൾ നിറഞ്ഞിട്ടുള്ള, ട്രോമയിൽ നിന്നുണ്ടായിട്ടുള്ള ആ ഒരു മുറിവുകളെ നിങ്ങൾ എത്ര കണ്ട് ഉണക്കുന്നുവോ, എത്ര കണ്ട് നിങ്ങൾ ഹീൽ ചെയ്യുന്നുവോ, എത്ര കണ്ട് നിങ്ങൾ അതിൽ നിന്ന് റിക്കവറായി ഹീൽ ചെയ്തിട്ട് വരുന്നുവോ, അത്ര കണ്ട് നിങ്ങൾ തളരില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒന്ന് ഡൗൺ ആകുമ്പോൾ എല്ലാം ഇട്ടിട്ട് പോകുന്ന ആ തളർച്ച വരുന്നത് എന്തുകൊണ്ട്? കാരണം ആ പ്രശ്നങ്ങളും ആ ബുദ്ധിമുട്ടുകളെല്ലാം കണക്റ്റഡ് ആവുന്നത് പഴയ നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചിട്ടുള്ള വേദനകളുമായിട്ട് കണക്റ്റഡ് ആണ്. അതിന്റെ ഇമോഷൻസുമായിട്ട് അതിൽ അത്രയും അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ആ ഇമോഷൻസ് ആണ് നിങ്ങളെ പിടിച്ച് തളർത്തി കളയുന്നത്. നമ്മൾ പറയാറുണ്ട്, ഹീലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ വെച്ചാല് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മളുടെ വേദനാജനകമായ അനുഭവങ്ങളുടെ ഓർമ്മകൾ. പക്ഷേ നമുക്ക് അതിന് ചുറ്റി എന്തുണ്ട്? വലിയ ഇമോഷൻ ഉണ്ട്, വേദന നിറഞ്ഞിട്ടുള്ള, പ്രയാസം നിറഞ്ഞ, നമ്മൾ തളർത്തി കളയുന്ന നെഗറ്റീവ് വികാരങ്ങളുണ്ട്. അത് ദേഷ്യമാകാം, വെറുപ്പാകാം, സങ്കടമാകാം, വട്ടെവർ ഇട്ട് ആ നെഗറ്റീവ് മടുത്തു പോകുന്ന ഒരു മടുപ്പിലേക്ക് നമ്മളെ നയിക്കുന്ന ആ സ്ട്രെസ്, നെഗറ്റിവിറ്റി നമുക്ക് വരുമ്പോൾ, ആ നെഗറ്റീവ് എനർജി വരുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും? ആ സ്ട്രെസ് മൂലം അത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? തളർന്നു പോകും. ആ സ്ട്രെസ്സിൽ എന്താണുള്ളത്? ലൈക്ക് വല്ലാത്തൊരു പിരിമുറുക്കമാവാം, ദേഷ്യമാവാം, സഫക്കേഷൻ ആവാം, ഇറിറ്റേഷൻ ആവാം, വട്ടെവർ ഇട്ട് എനിക്ക് എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അല്ലെ? ആ ഫീലിങ്സിലേക്ക് എത്തുക. നിങ്ങൾ അത് ഒരു പ്രശ്നം വരുമ്പോഴേക്കും നിങ്ങൾ അങ്ങനെ അതിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതിനു മുൻപ് ഇതേപോലെ കുറേ പ്രശ്നങ്ങൾ വന്ന് മടുത്തിട്ടുണ്ട് നിങ്ങൾ. ആ പ്രശ്നങ്ങളൊന്നും ഹീല് ചെയ്തിട്ടില്ല. അതൊക്കെ ട്രോമ ട്രിഗർ ചെയ്താണ് എത്രയോ കാലങ്ങളായി. നിങ്ങൾ അത് ഹീല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഗതി ഇമോഷൻ കട്ടായി പോകും. പിന്നെ ഇമോഷൻ ഇല്ല, പിന്നെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ആ ഇമോഷൻ കട്ടായി. ആ ഓർമ്മകളിലേക്ക് വീണ്ടും അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ഓർമ്മ വന്ന് വിചാരിച്ചിട്ട് പഴയ ഓർമ്മകളായിട്ടോ കണക്റ്റഡ് ആവില്ല. ഓർമ്മകളായിട്ട് കണക്റ്റഡ് ആയാലും ആ പഴയതിൽ ഇമോഷൻസ് ഇല്ല. അത് ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ഹീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ അത് ബാധിക്കില്ല. ക്ലിയർ ആണോ പറയും? ഇതിനാണ് EFT നമ്മൾ ഉപയോഗിക്കുന്നത്. EFT നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ EFT ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇമോഷൻസ് ഗെറ്റ് സെപ്പറേറ്റ്. അത് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യപ്പെടും. അതിൽ നിന്ന് നമ്മൾ മോചിതരാകും.
മോചിതരാകാനുള്ള ഏറ്റവും അമേസിങ് ടൂളാണ് EFT എന്ന് പറയുന്ന മെത്തേഡ്. സോ കം ടു ദ പ്രോഗ്രാം. നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫുകൾ നമുക്ക് ഇല്ലാണ്ടതാക്കും. അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഹീല് ചെയ്യാം. ലിമിറ്റിംഗ് ബിലീഫുകൾ ഇല്ലാണ്ടാക്കാം, ട്രോമാസ് ഹീല് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ ഫുള്ളി ഫ്രീ ആയിട്ടുള്ള, ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള, നല്ല ഹയർ വൈബ്രേഷൻ ഉള്ള എനർജി ഉള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? തിരിച്ചു പോകണം. ദാറ്റ്സ് വാട്ട് യു വാണ്ട്. യെസ് ഓർ നോ? യെസ് ഓർ നോ? സോ കം ആൻഡ് അറ്റൻഡ് ദ പ്രോഗ്രാം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള വലിയൊരു അവസരമായിട്ട് എന്ത് ചെയ്യണം? കാണണം. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം ഫോർ യു. കാലിക്കറ്റിൽ വരുന്നുണ്ട്, കുറഞ്ഞ സീറ്റുകൾ കൂടിയുള്ളൂ. മറക്കരുത്. 1499 രൂപയാണ്. നിങ്ങളുടെ പരമാവധി ഫ്രണ്ട്സോ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ ആൾക്കാർ, അവരൊക്കെ എന്ത് ചെയ്യുക? ഇൻവൈറ്റ് ചെയ്യുക. ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ. ഓക്കെ, മറക്കരുത്. കം ടു ദ പ്രോഗ്രാം. കാലിക്കറ്റ് ഇവന്റിലേക്ക് വരിക. നമ്മളുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ, ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വന്നിട്ടെന്ന് വെച്ചാൽ വലിയൊരു ചേഞ്ചസ്. സെപ്റ്റംബർ 1 കാലിക്കറ്റിൽ വെച്ച് നടക്കുന്നു. ഹോട്ടൽ സ്വീക്കിൻ റെസ്റ്റോറൻറ്റ്, അവിടെ ഹോട്ടലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ട്രോമ ഹീലിംഗ് 1 ഡേ വർക്ക്ഷോപ്പ്, EFT കുറിച്ചിട്ടുള്ള 1 ഡേ വർക്ക്ഷോപ്പ്. അപ്പോൾ അതിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. ക്ലിയർ ആണോ? കം ടു ദ പ്രോഗ്രാം. മുഹമ്മദ് ഷിഫിൽ നമ്മുടെ പ്രോഗ്രാമിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ്. ഓൺലൈനിൽ 30 ഡേയ്സ് പ്രോഗ്രാം ഉണ്ട്, അതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അതിലൊന്ന് ജോയിൻ ചെയ്യാൻ പ്രയാസം അനുഭവിക്കുന്നവർ, സംശയിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും കാലിക്കറ്റിലെ 1 ഡേ പ്രോഗ്രാമിലേക്ക് വരിക. ഷിഫിൽ അതാ ഫാദറിനെയും മദറിനെയും അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. ദാറ്റ്സ് എ ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് ടു ദം. ഒരു അച്ഛനും അമ്മയ്ക്കും കൊടുക്കാവുന്ന നല്ലൊരു ഗിഫ്റ്റാണ്. ജീവിത പങ്കാളി ഷിഫിലിന്റെ വൈഫും നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് റിയാക്ഷൻസ്? എന്താണ് അവരുടെ അഭിപ്രായം? ഷിഫിൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട്, ഷിഫിൽ നമ്മുടെ പ്രോഗ്രാം ചെയ്ത ആളാണ്. എന്താണ് അഭിപ്രായം ഷിഫിൽ? എന്താ അവർ പറയുന്നത്? സാറ് ജോയിൻ ചെയ്തിട്ട് വളരെ നല്ലൊരു അഭിപ്രായം. എന്താ പറയാ, വളരെ നല്ലൊരു മാറ്റമാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും എന്താ പറയാ, ഒരു ചേഞ്ച് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അതായത് എനിക്ക് അതിലൂടെ കിട്ടിയ എക്സ്പീരിയൻസ്, പിന്നെ എന്താ പറയാ, ഫാമിലിക്ക് കൂടി കിട്ടാന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ അതെ, എന്താ പറയാ, അതെ 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 അതെ. അപ്പം ആദ്യം വൈഫ് ജോയിൻ ചെയ്തു. ഇതപ്പോ നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് ഞാൻ ഫാദറിനെയും മദറിനെയും ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെരി എനിക്ക് ഗുഡ്. വന്ന ആ ഒരു മാറ്റം എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യണം. അതിപ്പോ നമുക്കിപ്പോ പറഞ്ഞറിയിക്കാൻ എത്രമാത്രം ഒന്നും കഴിയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്താൽ യെസ്. തന്നെ ആ ഒരു അറിവ് കിട്ടുള്ളൂ. അപ്പോ ലൈക്ക് ഷെഫിൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഷെഫിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളതല്ല, എന്താണ് ഇപ്പൊ വൈഫ് ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം 6 ദിവസം കഴിഞ്ഞു ക്ലാസ്സുകൾ. അപ്പോ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ടോ ആളുടെ സംസാരത്തിൽ? തീർച്ചയായിട്ടും സാധാരണഗതിയിലുള്ള സംസാരം ഒന്നുമില്ല. ഇപ്പൊ വളരെ പീസ്ഫുൾ ആയിട്ടാണ്, എന്താ പറയാ, ചിലപ്പോ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാവും മേ ബി. വളരെ അതെ 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 പീസ്ഫുൾ അതെ ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്, പീസ്ഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതെ അപ്പം അതെ അതെ അതെ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. നമ്മുടെ ലൈഫ് പാർട്ണറും കൂടെ അത് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഈ യാത്ര തുടരണം കേട്ടോ ഷിഫിൽ. നിങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, തീർച്ചയായും തീർച്ചയായും അങ്ങനെ തീർച്ചയായും. അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ബ്യൂട്ടിഫുൾ അതെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധിക്കട്ടെ. പറഞ്ഞോളൂ. അതെ അതെ, അതിന്റെ ഒരു മാറ്റം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് ഇപ്പം. അതായത് പ്രോഗ്രാമിൽ ഇപ്പോൾ വൈഫ് കൂടി പങ്കെടുത്ത ഏകദേശം ഒരു 6 ഡേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ 6 ഡേ കൊണ്ട് തന്നെ വളരെ ഭയങ്കരമായ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്താ വെച്ചാൽ ഇപ്പൊ വെരി ബിസിയാണ്, ഞാനും അവളും എല്ലാവരും ബിസിയാണ്. ഇപ്പൊ ഈ ക്ലാസ് കൂടെ ഉള്ളതുകൊണ്ട് ബിസിയാണ്. ഇപ്പൊ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് കൂടുതൽ സംസാരിക്കാനേ കഴിയുള്ളൂ. തീർച്ചയായിട്ടും ഹീലിംഗ് അതെ അതെ. തുടർന്നുകൊണ്ടേയിരിക്കണം കേട്ടോ. നമ്മുടെ ഓ ഹീലിംഗ് എന്ത് ചെയ്യും? തുടർന്നുകൊണ്ടേയിരിക്കണം. രണ്ടുപേരും ഹീലിംഗ് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ചേഞ്ചിലേക്ക് നയിക്കും. വെരി ഗുഡ്. സുവൈന ഓക്കെ. പറയുന്നു, എന്റെ മദറിനെ കാലിക്കറ്റ് പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫാന്റാസ്റ്റിക് സുവൈന, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും സുവൈനയ്ക്കും വരാൻ പറ്റുമെങ്കിൽ വരൂ. ഓക്കെ, അപ്പൊ എന്തായാലും കാലിക്കറ്റ് പ്രോഗ്രാമിലേക്ക് വന്നിട്ടുണ്ട്. സമീഹ, ഐ റിയലി വാണ്ട് ടു കം ടു ദ പ്രോഗ്രാം ബട്ട് ദ ഓൺലി തിങ് ഈസ് ഹോൾഡിംഗ് മീ ബാക്ക് ഇസ് മൈ ഫൈനാൻസസ്. സമീഹ ഫൈനാൻസിനെ കുറിച്ച് ചിന്തിച്ച് വറീഡ് ആവണ്ട. സമീഹയോട് ഞാൻ ഇന്നലെ പറഞ്ഞു, സമീഹ പ്രോഗ്രാമിൽ ഇരിക്കുന്നതായിട്ടും ആർക്കെങ്കിലും സാമ്പത്തിക പ്രശ്നം മൂലം പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങളുടെ സാമ്പത്തിക പ്രയാസം നീങ്ങാനും ആ പ്രോഗ്രാമിൽ എത്താനുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് ജെന്യൂൻ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് മനസ്സിലെന്ന് വെച്ചാൽ വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ,
ഷമീഹ വിഷ്വലൈസ് ചെയ്യാൻ മനസ്സിലെന്ന് വെച്ചാൽ ആ ഒരു പ്രോഗ്രാമിൽ ഇരിക്കുന്നത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, ശരിക്കും മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യാം. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒരു 21 പ്രാവശ്യം ഷമീഹ എന്ത് ചെയ്യാം, എഴുതുക. കാലിക്കറ്റിൽ വെച്ച് നടക്കുന്ന ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പ്, 1 ഡേ വർക്ക്ഷോപ്പിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത്രയും ചെയ്താൽ മതി. ഒന്ന് മനസ്സിൽ കണ്ണടച്ചിട്ട് എന്താ വെച്ചാൽ വിഷ്വലൈസ് ചെയ്യുക, പ്രോഗ്രാമിൽ നിങ്ങൾ വരുന്നു, പങ്കെടുക്കും. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് 21 പ്രാവശ്യം എല്ലാ ദിവസവും നിങ്ങൾ എഴുതാൻ തയ്യാറാണോ? ഓക്കെ ഷമീഹ, എഴുതാൻ തയ്യാറാണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതുക, ഇത്ര എഴുതേണ്ടുള്ളൂ. കാലിക്കറ്റിൽ സെപ്റ്റംബർ 1 തീയതി കാലിക്കറ്റ് വെച്ച് നടക്കുന്ന പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ദിസ് ഈസ് കോൾഡ് അഡ്വാൻസ് ഫ്യൂച്ചർ ജേർണലിംഗ് പറയും. എടാ, നിങ്ങളുടെ ഫ്യൂച്ചറിന് നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്നിട്ട് അതിനെ മനസ്സറിഞ്ഞ് അഡ്വാൻസ് ആയിട്ട് യൂണിവേഴ്സിന് നന്ദി പറയാം. ആ അവസരം നടത്തി തന്നതിന് താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പൊ അതെന്താണ്? ഒരു വിശ്വാസമാണ്. നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നിന്നാണ് നടന്നു എന്ന് പറയാൻ കഴിയുള്ളൂ. അത്രയും വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടു കൂടി എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട പണം വരും, നിങ്ങൾക്ക് വേണ്ട അവസരങ്ങൾ വരും, നിങ്ങൾ അവിടെ പ്രോഗ്രാമിൽ എത്തും. ഐ ആം ഡാം ഷുവർ. അങ്ങനെ എത്തിയിട്ടുള്ള എത്രയോ പേരുണ്ട്. ഓക്കെ, അത് വറീഡ് ആവണ്ട. നിങ്ങൾ നിങ്ങൾക്ക് ആ പണം ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനായിട്ട് വരും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതിനുള്ള ആ പണം നിങ്ങൾ കണ്ടെത്തും. അതിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, ദർ വിൽ ബി എ വേ, ഒരു വഴി നിങ്ങൾക്ക് തുറക്കപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഞാനും ഉണ്ടാകും കോഴിക്കോട്. അബ്ദുൽ ലത്തീഫ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സീമ ഫറൂഖ് പറയുന്നു, സീമ പാലക്കാട് പാലക്കാട് നിന്നാണ് ഉദ്ദേശിച്ചത്, പാലക്കാട് നിന്ന് വരുന്നു എന്നാണോ എനിക്കറിയില്ല. പാലക്കാട് പ്രോഗ്രാം ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. വട്ടെവർ ഇറ്റ് ഈസ്, എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ വരിക പ്രോഗ്രാമിലേക്ക് കേട്ടോ. യെസ്, പാലക്കാട് നിന്ന് നിങ്ങൾ എന്താ വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വരിക. കം ടു ദ പ്രോഗ്രാം. പാലക്കാട് പ്രോഗ്രാം ഉണ്ടാകണം എന്ന് വിചാരിച്ച് നിൽക്കരുത്. ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുക കേട്ടോ. ശിവ, കാലിക്കറ്റിലേക്ക് വരിക, നിങ്ങൾക്ക് എത്താൻ പറ്റും. അത് രാവിലെ പുറപ്പെടുക, ഒരൊറ്റ ദിവസത്തെ കാര്യമാണ്. കുളിച്ച് ഫ്രഷ് ആയിട്ട് എന്താ വെച്ചാൽ ജസ്റ്റ് കം ടു ദ പ്രോഗ്രാം. ഓക്കെ, അങ്ങ് പുറപ്പെടുക. അത് രാവിലെ പുലർച്ചെ 4 മണിക്ക് പുറപ്പെടണമെങ്കിൽ 4 മണിക്ക് പുറപ്പെടുക. വട്ട് എവർ ഇറ്റ് ഈസ്, ഡു വട്ട് എവർ ഇറ്റ് മേക്സ്. നേരെ ഷൊർണൂറിലേക്ക് പോവുക, ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ പിടിക്കുക, കാലിക്കറ്റ് വരിക, കം ടു ദ പ്രോഗ്രാം. എങ്ങനെ എനിക്കറിയില്ല, പാലക്കാട് നിന്നാണെങ്കിൽ പാലക്കാട്, കം ടു ദ പ്രോഗ്രാം. ഓക്കെ, സോ ഞാനും വരുന്നുണ്ട്. വെരി ഗുഡ്. ചന്ദ്രൻ സാർ വരുന്നുണ്ട്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. പ്ലീസ് വിഷ്വലൈസേഷൻ ആൻഡ് റിട്ടേൺ അഫർമേഷൻ. യെസ്, എഴുതുക, അഫർമേഷൻസ് എഴുതുക. അപ്പൊ ആരെങ്കിലും പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കം ടു ദ പ്രോഗ്രാം. റഷീർക്ക് വരുന്നുണ്ട്, റഷീർഖാന്റെ ഫാമിലി വരുന്നുണ്ട്. വി ആർ ഓൾ എക്സൈറ്റഡ്. ഷക്കീർക്ക വരുന്നുണ്ട്, മൈമുനത്ത് മാം വരുന്നുണ്ട്, ഷെഫീലിന്റെ ഫാമിലി മെമ്പേഴ്സ് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നു. മെനി 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 പീപ്പിൾ ആർ കമ്മിങ്. സോ ഇറ്റ്സ് എ മീറ്റപ്പ്. ആക്ച്വലി നമ്മൾ ഈ മോർണിംഗിൽ ഒത്തുകൂടുന്ന ആൾക്കാരുടെ മീറ്റപ്പും കൂടിയാണ്. നമ്മളിങ്ങനെ ഒത്തുകൂടുന്ന, എല്ലാ ദിവസവും ഒത്തുകൂടി പഠിക്കുന്ന, ഒരേപോലെ ചിന്തിക്കുന്ന നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറൊക്കെ കൈമാറി പരസ്പരം വിളിച്ച് ബന്ധങ്ങൾ സ്ഥാപിച്ച് ഇതിനപ്പുറത്തേക്ക് വളരണം ഈ ബന്ധങ്ങൾ വളരെ നല്ല രീതിയിലേക്ക്. സോ വാട്ട് ടൈം ക്ലാസ് സ്റ്റാർട്ടിങ്? 9 മണിക്ക് നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹാളിലേക്ക് പ്രവേശനം തുടങ്ങും. പിന്നെ ഒരു 9:30 കൂടിയിട്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സോ ദാറ്റ്സ് ഗോയിങ് ടു ബി ഹാപ്പനിങ്. 1499 രൂപയാണ്. നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാനുള്ള നമ്പർ ഉണ്ട്. ആ നമ്പർ 8086880775 എന്ന് പറയുന്ന നമ്പറാണ്. ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ പേ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പ്രോഗ്രാമിലേക്ക് വരിക. കാലിക്കറ്റിൽ നിങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. സോ കം ടു ദ പ്രോഗ്രാം. ലാസ്റ്റ് മൊമെന്റിൽ രജിസ്റ്റർ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. കുറഞ്ഞ സീറ്റേ ഉള്ളൂ. മനസ്സിലായല്ലോ? 40 പേർക്കുള്ള സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ മാക്സിമം പോയാൽ ചിലപ്പോൾ നമുക്ക് 50 പേരെ ഉൾപ്പെടുത്താൻ പറ്റുമായിരിക്കും. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞുള്ള ഉൾപ്പെടുത്താൻ കഴിയില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ കം ടു ദ പ്രോഗ്രാം. പ്രോഗ്രാമിലേക്ക് വരെ ഇപ്പൊ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം സീറ്റുകളൊക്കെ ബുക്ക് ആയിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി വൈകിച്ചു നിൽക്കേണ്ട, പ്രോഗ്രാമിലേക്ക് വരിക, ഹീൽ ചെയ്യുക. ലെറ്റ്സ് ഹീൽ യുവർ ട്രോമാസ്. നമ്മുടെ ട്രോമാസ് ഹീൽ ചെയ്യാം. നമുക്ക് അതിൽ നിന്ന് മറികടന്ന് നമ്മുടെ മടി നീട്ടിവെക്കുന്ന സ്വഭാവം, മടി പിടിക്കുന്ന സ്വഭാവം, അതല്ലെങ്കിൽ ഈ സംഗതികളെല്ലാം നമുക്ക് മാറ്റാം. നമുക്ക് എന്താ വെച്ചാൽ ഉഷാറോടുകൂടി, ഉന്മേഷത്തോടു കൂടി, ആവേശത്തോടു കൂടിയിട്ട്, പാഷനോട് കൂടിയിട്ട്, അതേപോലെ നമ്മുടെ അസുഖങ്ങൾ മാറ്റാം. വി ക്യാൻ ചേഞ്ച് ലോട്ട് ഓഫ് തിങ്സ്. EFT പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാം എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ മനസ്സിലാക്കാം. എന്താണ് EFT എന്നുള്ളത് പഠിക്കാം. EFTയിൽ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അവരുടെ എനർജി ബൂസ്റ്റ് ചെയ്യാം, അവരുടെ അവയർനെസ് വർദ്ധിപ്പിക്കാം, ആ നഷ്ടപ്പെട്ട കണക്ഷൻ വീണ്ടും തിരിച്ചു പിടിക്കാം. നഷ്ടപ്പെട്ട കണക്ഷൻ ഉണ്ടാവും, ആ കണക്ഷൻ ഒന്നുകൂടി വീണ്ടും തിരിച്ചു പിടിക്കാം. ഇറ്റ്സ് ലൈക്ക് എ ബൂസ്റ്റിംഗ് യുവർ
മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങളുടെ ഫുൾ എനർജി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. സോ കം ടു ദ പ്രോഗ്രാം, ലെറ്റ്സ് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ എത്തിക്കാനുള്ള, തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ആവേശത്തിന്റെ ഒരു തിരിച്ചുവരവ് നടത്താനുള്ള ഒരു അവസരം കൂടി. സോ കം ടു ദ പ്രോഗ്രാം. പ്രോഗ്രാമിലേക്ക് എന്തായാലും വരണം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, മറക്കരുത്. ദിസ് ഈസ് ഗോയിങ് ടു ബി എൻ എപ്പിക് ആൻഡ് അമേസിംഗ് ഇവന്റ്. നല്ലൊരു ഇവന്റ് ആയിട്ട് അത് മാറും. നല്ലൊരു ഇവന്റ് ആയിട്ട് അത് മാറണം. ഓക്കെ, സോ ക്യാൻ വി ഡു ദാറ്റ്? യെസ്, കം ടു ദ പ്രോഗ്രാം. അപ്പോൾ ഐ ആം റിയലി എക്സൈറ്റഡ്. ബാക്കിയുള്ള ആൾക്കാർക്കും എന്താണ് പറയാനുള്ളത്? വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവരുടെ എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് മറ്റുള്ളവരോട്? നിങ്ങൾ എന്തുകൊണ്ട് വരുന്നു? ഷെയർ യുവർ ഒപ്പീനിയൻസ്. പറഞ്ഞോളൂ, ആർക്കും പറയാം. ഓക്കെ, മൈമുനത്ത് മാം, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രോഗ്രാമിലേക്ക് വരാൻ പോവാണല്ലോ. വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ഒന്ന് പറഞ്ഞേ. സന്തോഷത്തോടു കൂടി ഇതേപോലെ വിഷ്വലൈസ് ചെയ്തിട്ട് കിട്ടിയ ഒരാളാണ്. എനിക്ക് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങളോട് രഹസ്യമായിട്ട് പറയാനുണ്ട്. അത് കൂടാതെ എനിക്ക് ഇതിന്ന് കുറെ കാര്യങ്ങൾ എനിക്ക് നല്ല ഉഷാറായിട്ട് പെരിയിൽ നിൽക്കാനും ഇരിക്കാനും ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നല്ല ഒരു മനസ്സിനൊരു സമാധാനം കിട്ടിയിരിക്കണം എനിക്ക്. പിന്നെ എനിക്ക് ഒരു ചെറിയ കേസും കാര്യങ്ങളും അതിന് പോകാനുള്ള മനസ്സിൽ പോലീസ് സ്റ്റേഷൻ കേൾക്കുമ്പോൾ എനിക്ക് ബേജാറുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ പോയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ. ബാപ്പ മരിച്ചു മുതലിട്ടാണ് ഭർത്താവ് മരിച്ച ശേഷമാണ് ഞാനും പോലീസ് സ്റ്റേഷനിൽ പോകൽ തുടങ്ങിയത്, മോൻ കാരണം. അപ്പൊ എനിക്ക് അതിനൊരു പറയാനും ഇരിക്കാനും അതിനുള്ളൊരു ശക്തി എനിക്ക് കിട്ടിയിരുന്നു. എല്ലാ കാര്യം എനിക്ക് ഇതിൽ ചേർന്നതിന് ശേഷം അനുകൂലമായിട്ടാണ് വരുന്നത്. എനിക്ക് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി എനിക്ക് ഗുഡ്. അവിടുന്ന് പിന്നെ കോടതിയിൽ നിന്നായാലും എല്ലാം എനിക്ക് അനുകൂലം പോകാനും തോറ്റിട്ടാണ് പോകുന്നത് എല്ലാ കാര്യത്തിലും. അത് ഇതിൽ ചേർന്നതിന് ശേഷമാണ് ആ ഒരു ഇത് കിട്ടിയിട്ടുള്ളത് എനിക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ ചേർന്നതിന് ശേഷം, അതായത് ഫാമിലിയിൽ കുടുംബപരമായിട്ടുണ്ടായിരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങാനും കോടതിയിലാണെങ്കിലും അതിലെ സംഗതികളൊക്കെ അനുകൂലമായി വരുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള മനോധൈര്യം. അപ്പൊ ഓരോ ക്ലാസ്സുകൾ പലരെയും പല രൂപത്തിലാണ്. ചിലർക്ക് കേസ് നടത്തി ജീവിതത്തിൽ പോരാടാനും പ്രതിസന്ധികൾ മറികടക്കാനും. അതേമാതിരി മലപ്പുറം പോകുന്നുണ്ട് ഞാൻ, എസ്പിന്റെ ഓഫീസിൽ പോകുന്നുണ്ട്. ഓൻ ഓരോന്ന് എനിക്ക് ഓരോരതും പറഞ്ഞുകാണ്ട് എന്നെ കേസിൽ പെടുത്തുകയാണ്. ഇന്നിന്റെ ഈ 4 പെൺകുട്ടികളെ 3 പെൺകുട്ടികളെ കടിച്ചിട്ട് ഒന്ന് ഓന്റെ കാരണത്താലാണ് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയാക്കിക്കണു. അതിനെ ഇവിടെ ഹോസ്റ്റലിൽ കൊണ്ടുപോയാക്കിക്കണു ഞാൻ. ഓൻ ഇവിടുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഓൻ അതിനെ തല്ലാനും കൊല്ലാനൊക്കെ നിൽക്കുക ബൈക്കിൽ വെച്ചിട്ട്. അപ്പൊ അതിന് എല്ലാരും പറഞ്ഞു അങ്ങനെ മുജാഹിദിന്റെ ഒരു ഇതിൽ പഠിപ്പിക്കാൻ വേണ്ടിട്ട് അവിടെ കൊണ്ടുപോയാക്കിയാണ് 10 കഴിഞ്ഞ രസം. അപ്പൊ അത് പറഞ്ഞതിനോട് ഞാൻ വരികയാണെങ്കിൽ സാഫിസാർ അധികം എനിക്കും വരേനി, എനിക്ക് അതിനൊന്ന് കാങ്ങണ്ടീനി പറഞ്ഞു. അപ്പൊ ഓളിന് അവിടെ ഹോസ്റ്റലിലായതുകൊണ്ട് വരാൻ പറ്റണില്ല. കുഴപ്പമില്ല, ഒരു ദിവസം നമുക്ക് വരാലോ, ഒരു ദിവസം കാണാം കേട്ടോ. എന്തായാലും നിങ്ങൾ മൈമുനത്ത് മാം എന്തായാലും 1-ാം തീയതി പ്രോഗ്രാമിലേക്ക് വരൂ. ഓക്കെ, അപ്പൊ ഞാൻ ഒറ്റക്ക് വരേണ്ട വെച്ചിട്ട് മോളെ കുട്ടീന്റെ ഒരു 5-8 വയസ്സായ അതിനെ കൂട്ടിയിട്ട് വന്നാലും ആൺകുട്ടിയാണ്. അതിന് കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. അല്ല, അവര് കുട്ടികളെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വരാൻ പ്രയാസമുണ്ടോ? നിങ്ങൾ മലപ്പുറം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളല്ല. അപ്പൊ എന്തെങ്കിലും പറയൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോകാനും ഇരിക്കാനും ഒന്നും മടിയുള്ള ഒരാളൊന്നുമല്ല പോയാണ്. ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ അങ്ങ് വന്നാ മതി കേട്ടോ. ആയിക്കോട്ടെ, നമുക്ക് പിന്നീട് വരാം. നിങ്ങൾ സ്വസ്ഥമായിട്ട് വരും കേട്ടോ. ആയിക്കോട്ടെ. ഞാൻ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ ഓട്ടോ വിളിച്ചിട്ട് വന്നാ പോരാ? കോഴിക്കോട് സ്റ്റാൻഡിൽ ഇറങ്ങുക, നേരെ ഓട്ടോ വിളിച്ചിട്ട് ഹോട്ടലിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഹോട്ടലിൽ ചോദിച്ചാൽ മതി. നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ നമ്പർ ചോദിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് അവിടേക്ക് എത്താൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് വന്നിട്ട് നിങ്ങളെ പിക്ക് ചെയ്തിട്ട് വരും കേട്ടോ. ആവേണ്ട ആവശ്യമില്ല, പ്രോഗ്രാമിലേക്ക് വരിക കേട്ടോ. കാണണം. ഓക്കെ, അപ്പം ഇതേപോലെ എന്താ വെച്ചാൽ അപ്പൊ സന്തോഷം മറക്കരുത്. അപ്പം നിങ്ങൾക്ക് എന്താണ് വരാൻ പറ്റുന്നു, അല്ലെങ്കിൽ പ്രോഗ്രാമിലേക്ക് വരാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളത് കേൾക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എന്താ? സന്തോഷമുണ്ടോ? സന്തോഷം. എന്താണ് സാറിനോട് വലിയ നന്ദിയുണ്ട് എനിക്ക്. അതിൽ നിങ്ങൾ ഇന്ന ഇതാക്കിയത് എനിക്ക് വലിയ നന്ദി. അത് അൽഹംദുലില്ലാ നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. നിങ്ങൾ ഇന്ന എന്ത് നന്നാക്കി കിട്ടിയാലും നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ. ആയിക്കോട്ടെ, ഞാനൊരു ഭർത്താവൊന്നുമില്ല, എനിക്ക് പെൺകുട്ടികളെ തന്നിട്ട് വേണം ജീവിക്കണമെങ്കിൽ. അപ്പൊ അതാണ് ഇപ്പൊ എനിക്ക് ക്ലാസ് ചേർത്താനുള്ള ഒരു ഇതുള്ള ആൾക്കാരില്ല. പിന്നെ ഷംലി റിയാസ് പറഞ്ഞ അവൾ ചെറിയ രൂപങ്ങളിൽ തന്നിട്ടാണ് എന്നെ ഇത് ചേർത്തിട്ടുള്ളത്. അങ്ങനെ എന്നെ ഇത് ചേർത്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന സംഖ്യ തന്നിട്ടൊന്നും ചേർത്താനുള്ള ആൾക്കാരൊന്നും ഇന്ത്യയിലില്ല. മക്കള് വാടകയ്ക്ക് പാർക്കണവരാണ് 2 പെൺകുട്ടികള്. ഷംലി റിയാസ് മാത്രമുള്ള ഒരു പരിയിലുള്ളത്.
ഇങ്ങനെ പിന്നെ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ടെന്ന് അറിയാം. നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇനിയും ഭാവിയിൽ ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ കൂടുതൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു മോക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഒരു കോട്ടേഴ്സിൽ പാർക്കുന്ന മോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ നിങ്ങളോട് വന്നിട്ട് പറയിച്ചിട്ടാണ്. അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ചെയ്ത് എനിക്കെന്റെ ഫാമിലി, എന്റെ 4 പെൺകുട്ടികളുള്ള ഈ ഫാമിലി എനിക്ക് നന്നാകണം. തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും നമുക്ക് നന്നാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. കാര്യങ്ങൾ ഹെൽപ്പ് കുറെ ആൾക്കാർക്ക് ഞാൻ ക്ലാസ് വിട്ടു കൊടുക്കുന്നുണ്ട്. ക്ലാസ്സിൽ ഇങ്ങനെ പറയാൻ ഓരോട് കാട്ടി കൊടുക്കുന്നുണ്ട്. ക്ലാസ് ഓരോട് ഞാൻ ഡാഡത്തിനോട് ചെന്നിട്ട് ഞാൻ ക്ലാസ്സിന്റെ പറ്റിയിട്ട് ഓരോട് പറയാം, മക്കളോട് പറയലുണ്ട് ഞാന്. പക്ഷെ വിട്ടു കൊടുക്കുന്നത് അറിയില്ല. ഓരോട് ഇതിന്ന് എടുത്തുകാട് നിങ്ങൾ നോക്കിക്കാളിന്ന് പറഞ്ഞാണ്ട് ഓർക്ക് കാട്ടി കൊടുക്കും. അപ്പൊ ഓരങ്ങനെ ചെയ്യും. കേൾക്കുന്നുണ്ട് എല്ലാവരും, ഒരു ആൾക്കാരൊക്കെ. എനിക്ക് അതിനൊക്കെ കഴിയുള്ളൂ. പിന്നെ ഇതിലും എഴുതി വിടാനൊന്നും കഴിയുന്ന ആളല്ല. അതൊന്നും വേണ്ട. നിങ്ങളൊന്നും ചെയ്യേണ്ട. നമ്മുടെ ക്ലാസ്സിൽ വരിക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ എനർജി ചേഞ്ച് ചെയ്യുക, തെറാപ്പിയിൽ പങ്കെടുക്കുക, ഹീൽ ചെയ്യുക, ഹീൽ ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാം. എനിവേ, താങ്ക് യു സോ മച്ച്. ഇതേപോലെ ഒരുപാട് പേരുണ്ട്. അപ്പൊ പ്രോഗ്രാമിലേക്ക് സീമ ഫറൂഖ് പറയുന്നു, ഷാലു പ്രോഗ്രാമിലേക്ക് 9:30 ആകുമ്പോഴേക്കും ഇന്റർസിറ്റി ട്രെയിൻ അവിടെ എത്തും. യെസ്, 9:30 വന്നാൽ മതി. ഡോണ്ട് വറി. 9:30 വരിക, പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പം 9:30 അവിടെ എത്തുക. ഒരു 10 മണിയാകുമ്പോഴേക്ക് നമ്മൾ പ്രോഗ്രാം അങ്ങ് സ്റ്റാർട്ട് ആയിട്ട് ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാമിലേക്ക് ഒരു ആദ്യം ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ട്. സോ ഡോണ്ട് വറി. ബട്ട് എല്ലാവരും 9 o'clock ആകുമ്പോഴേക്കും അവിടെ എത്തണം കേട്ടോ. ഞാൻ പറയുന്നത് ലേറ്റ് ആകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരോട് പറയുന്നത്, നിങ്ങൾക്ക് വലിയൊരു പ്രയാസമൊന്നുമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ ഇഫ് യു ക്യാൻ കം അറ്റ് 9 മണിക്കാണ് അവിടെ എത്തും. ഒരിക്കലും ലേറ്റ് ആവാൻ ശ്രമിക്കരുത്. സ്മോൾ ടോക്ക് വിത്ത് റൈറ്റ് പീപ്പിൾ ക്യാൻ ഫിക്സ് അലൗഡ്. യെസ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പൊ പറഞ്ഞതുപോലെ യെസ്, പറഞ്ഞോളൂ, ഷെയർ ചെയ്തോളൂ. എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, കുറ്റിയാടിയുള്ള. അവളാണ് സാറിനെ പരിചയപ്പെടുത്തുന്നത്. മീറ്റപ്പ് ഒക്കെ കഴിഞ്ഞതാ, സാറിന്റെ മുമ്പത്തെ മീറ്റപ്പ് ഒക്കെ കഴിഞ്ഞതാണ്. പിന്നെ മെഡിറ്റേഷൻ നല്ലതാ. റഷിക്ക മുടങ്ങാതെ NLP തെറാപ്പി ഒക്കെ ചെയ്യാൻ മടിയുള്ള ആളാണ്. പക്ഷെ രാവിലെ 6 മണിയാകുമ്പോഴേക്കും സാറിന്റെ ഇതില് ഭയങ്കരമായിട്ട് രക്ഷാത്തിങ്കിലൊക്കെ ഞാൻ പിന്നാലെ നടക്കണം. അതൊന്നും ചെയ്യൂല. ഇനി ഇരിക്കും രാവിലെ 6 മണിക്ക് മുടങ്ങാതെ. അപ്പൊ ഞാൻ പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഫാൻസ് ആണെന്നാ. സാറിന്റെ വലിയ ഫാനാണ്. താങ്ക് യു സോ മച്ച്. എന്തായാലും വളരെയധികം സന്തോഷം. അതായത് നിങ്ങൾ വരുന്നു, അതേപോലെ നിങ്ങളെ പരിചയപ്പെടുത്തിയ സുഹൃത്തിന്റെ പേരെന്താ? അസ്നാ നൗഷാദ്. ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അസ്നാ നൗഷാദ്, ഐ തിങ്ക് സോ. അവള് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ നിർബന്ധിച്ചപ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രോഗ്രാമിലേക്ക് വരട്ടെ. നമുക്ക് ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാനുണ്ട്, കാണാനുണ്ട്. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. സന്തോഷം. പറഞ്ഞോളൂ. എന്റെ ഫാമിലി ഇഷ്യൂ ആണ് വലിയ ഒരു പ്രശ്നമായിട്ട് കിടക്കുന്നത് 2 വർഷത്തോളായി. അപ്പൊ പിന്നെ അതിപ്പോ കുറെ ഔട്ട്കം ഒരുപാട് ചെയ്തിട്ടൊന്നും അത് അങ്ങനെ തന്നെ ഉണ്ട്. വലിയ അപ്പൊ അതാണ് എനിക്ക്. അത് തീർച്ചയായിട്ടും നമുക്ക് ഹീൽ ചെയ്യാം. നമുക്ക് അതിന്റെ റൂട്ട് കോസ് ഒന്ന് കണ്ടെത്തണം. അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് നമുക്ക് ഹീൽ ചെയ്യണം. നേരിട്ട് സംസാരിച്ച് പേഴ്സണലായി സംസാരിക്കാൻ പറ്റുമോ ഇതിന്റെ മുമ്പ്? തീർച്ചയായിട്ടും. കണ്ടെത്താം കേട്ടോ. കുറച്ച് സമയം കണ്ടെത്താം. അതല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ, നിങ്ങൾ കോഴിക്കോടല്ലേ, ഇപ്പൊ പാലക്കാടാണല്ലേ? ഞങ്ങള് ശനിയാഴ്ച എത്തും. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. നമുക്ക് എന്താ വെച്ചാല് തീർച്ചയായിട്ടും നിങ്ങൾ ശനിയാഴ്ച എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ തിങ്കളാഴ്ച പാലക്കാട് പോവാ, അതോ ഞായറാഴ്ച പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോവാണോ? പാലക്കാട് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഞങ്ങൾ കൊണ്ടിരിക്കും. തിങ്കളാഴ്ച ഇങ്ങോട്ട് തിരിക്കും. ഓക്കെ, ശരി. അപ്പം എന്തായാലും നമുക്ക് അവിടെ പ്രോഗ്രാമിൽ വെച്ചിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം സ്ലോട്ട് എന്ത് ചെയ്യാം, നമ്മൾ കണ്ടെത്തിയിട്ടൊന്ന് സംസാരിക്കാം. ഇതിന് പുറമെ നമുക്ക് ഫർദർ നോക്കിയിട്ട് അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് സംഗതികൾ നമ്മൾ ചെയ്ത് കൊണ്ടുവരണം. നിങ്ങളൊക്കെ പാലക്കാട് എവിടെയാണ്? പാലക്കാട് കഞ്ചിക്കോട്. ഗഞ്ചിക്കോട് അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും പാലക്കാടും നമുക്കൊക്കെ പതിയെ, പാലക്കാട് നിന്ന് അനിത മാം ഉണ്ട് അല്ല, പാലക്കാട് നമുക്ക് ചെറിയൊരു വിങ് നമുക്ക് രൂപീകരിക്കാൻ പറ്റുമോ നോക്കാം. അവിടെയും ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും. കാലിക്കറ്റ് പാലക്കാട് മീറ്റപ്പ് വെക്കാം സാറ്. തീർച്ചയായിട്ടും. അതെ, നമുക്കത് പതിയെ നമുക്ക് അതിലേക്ക് എത്തിക്കണം കേട്ടോ. കുറേശ്ശെ പ്രോഗ്രാമുകൾ ചെയ്ത് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ച് നമ്മൾ അത് ചെയ്യണം. പതിയെ അതിലേക്ക് എത്തിക്കണം. സോ വി വിൽ ഡു ഇറ്റ്.
നമുക്ക് ചെയ്യാൻ പറ്റും. കാലിക്കറ്റ് ആദ്യം ഒരു ചാപ്റ്റർ ഫോം ചെയ്യട്ടെ, എന്നിട്ട് പാലക്കാട് ഫോം ചെയ്യാം, കണ്ണൂർ ഫോം ചെയ്യാം, തൃശ്ശൂർ ഫോം ചെയ്യാം, കൊച്ചിയിൽ ഫോം ചെയ്യാം, അങ്ങനെ കേട്ടോ. ഓരോ ഡിസ്ട്രിക്റ്റിലും വെച്ച് കൊടുക്കണം സാറേ നോക്കാം. തീർച്ചയായിട്ടും ഓരോ തീർച്ചയായിട്ടും ഡിസ്ട്രിക്റ്റിലും വെച്ചിട്ട് EFD ഞങ്ങളുടെ ഗ്രൂപ്പ് സെക്ഷൻ മാറി 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 വരണം. ഓരോ മന്തിലും ഓരോ ഡിസ്ട്രിക്റ്റിലാക്കി വെക്കാം. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. എന്തായാലും അതിന് നമുക്ക് ശ്രമിക്കാം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. സാർ ഞങ്ങളൊരു 9 മണിക്ക് കാണാൻ പറ്റും, നേരത്തെ പറഞ്ഞാൽ. 9 മണിക്ക് നേരത്തെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ എന്നാണ് ചോദ്യം അല്ലേ? 9 മണിക്ക് നമ്മുടെ അവിടെ ആ നേരത്തെ അവിടെ പ്രോഗ്രാമിന്റെ പ്രിപ്പറേഷൻ ടൈം ആയിരിക്കും. സോ അതല്ലെങ്കിൽ ബ്രേക്ക് ടൈമിൽ നമുക്ക് കാണാം. ഈ ബ്രേക്ക് ടീ ബ്രേക്ക് ഉണ്ടാവും, ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും, വി ക്യാൻ ഹാവ് ഡിസ്കഷൻ. ഓക്കെ, ഒന്ന് നേരിട്ട് പറഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചിട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഇനി അതെല്ലാം എങ്ങനെ വെച്ചാൽ നോക്കിയിട്ട് അനുസരിച്ച് ടൈം നോക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. മാഡം ഡോണ്ട് വറി, നിങ്ങൾക്ക് എന്തായാലും സാറിനെ കാണാനും സംസാരിക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ മീറ്റപ്പ് പങ്കെടുത്താണ് അതിന്റെ എക്സ്പീരിയൻസ് പറയുന്നത്. കഴിഞ്ഞ കൊച്ചി പ്രോഗ്രാമിൽ മാം ഇതേപോലെ മോളായിട്ട് വന്നിരുന്നു, കാണണം എന്ന് പറഞ്ഞു, അങ്ങനെ കണ്ടു, ഞങ്ങൾ സംസാരിച്ചു, കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പാലക്കാട് കോട്ടായിലാണ്. പാലക്കാട് കോട്ടായിൽ പറഞ്ഞ മാമിന് അറിയായിരിക്കും. ഞങ്ങൾ പുതിയതാണ്, ഇവിടെ കുറച്ചു കാലമായിട്ട്. മുമ്പ് തന്നിരുന്നു 15 വർഷം മുമ്പ്, ഇപ്പൊ വീട്ടിൽ വന്നത്. കോട്ടായി ഒന്നും കോട്ടന്റെ അടുത്തല്ലേ? താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഗുഡ് മോർണിംഗ് സാർ. യെസ്, ഗുഡ് മോർണിംഗ്. ആരാണ്? ഞാൻ മറിയാം. പറഞ്ഞോളൂ. മൈമുനത്ത് പറഞ്ഞ മാതിരി തന്നെയാണ് എനിക്കും ഒറ്റക്ക് വരാനൊരു ഭയമാണ്. പക്ഷെ ഞാന് നമ്മളെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്, ഇതില് ഗ്രൂപ്പിൽ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം ടൗണില് ബസ് ഇറങ്ങിയിട്ട് ഓട്ടോയിൽ വന്നാ പോരെ? ഓട്ടോ വിളിക്കാൻ പോരുക കേട്ടോ, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, ആദ്യമായിട്ടാണ് ഒറ്റക്ക് വരുന്നത്. അതൊന്നും വറിയിടാണ്ട. നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും നമുക്ക് 2 സാധ്യതയുണ്ട്. ഒന്നുകിൽ ഒരു ആങ്സൈറ്റി, ഒരു പേടി വരാം. രണ്ടാമത്തത് ആ ആങ്സൈറ്റി ഇങ്ങനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, എക്സൈറ്റ്മെന്റ് ആക്കാം. അതായത് ഒരു ആവേശമാക്കി. ആദ്യത്തെ അനുഭവം ഒരു രസകരമായ അനുഭവമായിട്ട് വരിക. കാരണം ആദ്യത്തെ അനുഭവം പിന്നീട് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അതിലൊരു ത്രില്ല് കണ്ടെത്തുക, അതിലൊരു രസം കണ്ടെത്തുക, അത് ആസ്വദിക്കുക. ആദ്യമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, ഇങ്ങനെ ബ്രേക്ക് ചെയ്യട്ടെ, ഇങ്ങനെ അങ്ങ് ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, തുടക്കമാവട്ടെ. അതെ അതെ, നല്ല സന്തോഷമുണ്ട്. നമ്മൾ നിത്യം മെഡിറ്റേഷനും നല്ല ഹാപ്പിയായി ജീവിക്കണം. ഇപ്പം നല്ല സന്തോഷം. വലിയ എന്താ പറയാ, ഒരു പിടിവാശിക്കാരനായിരുന്നു ഹസ്ബൻഡ്. ഇപ്പൊ കുറച്ചൊക്കെ ഒരു മായം വന്നിട്ടുണ്ട്. നമ്മളെ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് രണ്ടാളും ഒറ്റക്കാണ്. പക്ഷെ ഞാൻ അവരെ വിളിച്ചു, അവര് വരില്ലാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ക്ലാസ് കേൾക്കാനൊന്നും അയാൾ ഇരിക്കൂല, അവരങ്ങനെ നടക്കും. അപ്പൊ പിന്നെ അവർക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ തന്നെ പോരട്ടെ, എനിക്കൊരു സന്തോഷമുള്ള ജീവിതമാണല്ലോ, പ്രായമായല്ലോ. നമുക്കിനി ഇപ്പൊ നല്ലൊരു എന്താ പറയാ, മനസ്സിലൊക്കെ വല്ലാത്തൊരു കുളിർമാണ് നിത്യം മെഡിറ്റേഷൻ കഴിയുമ്പോ. അതേപോലെ ഇത് മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ 6 മണിക്ക് കയ്യിൽ ഇരിക്കാൻ കഴിഞ്ഞ, മറ്റേത് ആദ്യത്തെ സ്വഭാവമാണെങ്കിൽ എന്റെ മൊബൈലൊക്കെ എടുത്ത് എറിയും. അങ്ങനത്തെ ഒക്കെ ഒരാളായിരുന്നു. ഇപ്പൊ ഒരുപാട് ഇതാണ്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സ്നേഹമുണ്ട്, കാര്യങ്ങളൊക്കെ നല്ല സന്തോഷത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയും. വെരി ഗുഡ്. അതാണ് നമ്മുടെ എനർജി നമ്മൾ ഇങ്ങനെ ചെയ്ത് നമ്മുടെ എനർജി ചേഞ്ച് ആകുമ്പോൾ അത് നമ്മളുടെ ജീവിത പങ്കാളിയിലും മാറ്റം ഉണ്ടാകും. നല്ലതിനാണ് എന്നുള്ളത് അവർക്കും ബോധ്യപ്പെടും. അങ്ങനെ അവരോട് നമ്മളുടെ എനർജി ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ പെരുമാറ്റം അവരോട് മാറും. നമ്മുടെ എനർജി ചേഞ്ച് ആകും. അവരുമായിട്ട് അവരിലുള്ള നല്ല എനർജി ആയിട്ട് നമ്മൾ കണക്കിടാവും. മറ്റത് നെഗറ്റീവ് എനർജിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ നെഗറ്റീവ് എനർജിയും അവരുടെ നെഗറ്റീവ് എനർജിയും കണക്കിടാവും പെട്ടെന്ന്. പിന്നെ ആകെ പ്രശ്നം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മൾ വന്ന് പോസിറ്റീവ് എനർജിയിലേക്ക് കണക്കിടാം. അങ്ങനെ കണക്റ്റഡായി നമ്മൾ അതിലൂടെ ഹീൽ ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും തുടരുക, പ്രോഗ്രാമിലേക്ക് എന്തായാലും വരും കേട്ടോ. വളരെയധികം എന്തായാലും വരും. എന്താ വെച്ചാല് ഞാനിങ്ങനെ ആഗ്രഹിച്ച പോലെ എനിക്ക് വരാൻ പറ്റി. 5 സെക്കൻഡിലേക്ക് വന്നു. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നല്ലൊരു ഉന്മേഷം വന്നിട്ടുണ്ട്. ഇത്രയും കഴിവുകളുള്ള നമ്മള്, ഇത്രയും അനുഗ്രഹം തന്ന ദൈവത്തിനെ അറിഞ്ഞു ജീവിച്ച ഇതിങ്ങനെ പറഞ്ഞ് ജീവിക്കുമ്പോ ഒരു സുഖം, അത്രയും നല്ല സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്.
വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഉഷാറാവട്ടെ. അപ്പൊ ഇതേപോലെ നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് വേദനകൾ അനുഭവിക്കുന്ന മനുഷ്യന്മാരുടെ വേദനകളിലേക്ക് ഒരു ആശ്വാസം പകരാൻ പറ്റുക. കാരണം കാലങ്ങളായിട്ട് പല കാര്യങ്ങളും അറിയാത്തതിന്റെ പേരിൽ, പല കാര്യങ്ങളും മനസ്സിലാവാത്തതിന്റെ പേരിൽ ഒരുപാട് കാലങ്ങളായി ദുഃഖത്തിലൂടെ, പ്രയാസത്തിലൂടെ, വിഷമത്തിലൂടെ, സങ്കടത്തിലൂടെ കടന്നു പോവാണ്. വി ആർ ഓൾ ഗോയിങ് ത്രൂ എ ലോട്ട്. ഒരുപാട് പ്രയാസത്തിലൂടെ ആ ഒരു വിഷമം, ആ ഒരു പ്രയാസം, അതിൽ നിന്ന് നമ്മൾ എന്താ വെച്ചാല് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്, മോചിതരായിട്ട് ഫ്രീ ആയിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ. നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ഹ്യൂമൻ സഫറിങ്സ് എന്നുള്ളതാണ്. മനുഷ്യന്റെ വേദനകളെ എന്ത് ചെയ്യാ, ഹീല് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ വി ഷുഡ് യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഡു ലൈക്ക് ദാറ്റ്. അപ്പൊ അതിന് നമുക്ക് സാധിക്കട്ടെ. ഇനിയും കൂടുതൽ ആൾക്കാരുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും സുഖവും നമുക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. അതിനുള്ളൊരു വഴിയായിട്ട്, പ്ലാറ്റ്ഫോമായിട്ട് ഇത് മാറട്ടെ. നമ്മുടെ മീറ്റപ്പുകൾ, കൂടുതൽ പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ ജോയിനിങ്. എനിവേ, സി യു. ഓക്കെ, താങ്ക് യു. സി യു ടുമോറോ. നാളെ കാണാം മറ്റൊരു സെഷനുമായിട്ട്. മറക്കരുത്, കാലിക്കറ്റ് വെച്ച് കാണാം. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ പറയാം. സുഹൃത്തുക്കളെ ജോയിൻ ചെയ്യിപ്പിക്കാം. താങ്ക് യു. ടേക്ക് കെയർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.